ആദ്യമായി തന്നെ പറയുകയാണെങ്കിൽ അറബി മലയാളം എന്നൊരു ഭാഷ ഇല്ല എന്നുള്ളതാണ്. അറബി മലയാളത്തിലുള്ള ഗ്രന്ഥങ്ങൾ പ്രസിദ്ധപ്പെടുത്താൻ വേണ്ടി മാത്രം കോഴിക്കോട്ടും തിരൂരങ്ങാടിയിലും തലശ്ശേരിയിലുമൊക്കെ പ്രസാധകാലയങ്ങൾ പ്രസ്സുകളുണ്ടായിരുന്നു. മത്സരത്തിന് എത്താത്ത ധാരാളം പാട്ടുകൾ ഇന്നും വൈദ്യരുടെ ഏടുകളിലുണ്ട്. വൈദ്യരുടെ ഒരുപാട് പടപ്പാട്ടുകൾ, ധാരാളം പാട്ടുകളുണ്ട്. മത്സരവേദിയിലാണല്ലോ ഇപ്പം മാപ്പിളപ്പാട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അധികവും. ആ 420, 418, 20 വർഷം മുമ്പ് എഴുതിയ അതേ അളവിലാണ് പിൽക്കാലത്ത് വന്ന മൈലാഞ്ചിപ്പട്ട കടുനീല കണ്ണുള്ള മുഞ്ചത്തിക്കെന്തുണ്ട് എന്ന പാട്ടും ഇതും ഒരേ അളവിലാണ്. അതാണ് നിങ്ങൾ ഈ ബാക്കിൽ എഴുതി കാണുന്ന ഇശൽ അഥവാ വൃത്തം. അസ്സലാമു അലൈക്കും. UAE നാഷണൽ സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായുള്ള ഇശൽ പ്രയാണം പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്ര വഴികളെക്കുറിച്ച്, മാപ്പിളപ്പാട്ടിലെ രചനാരീതികളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണിത്. മാപ്പിളപ്പാട്ട് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, ആ മേഖലയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന, പാട്ടുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാധനരായ ആളുകളാണ് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്ക് അബു മുഫീദ താനാളൂരിൽ നിന്ന് തന്നെ ചർച്ച ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്ര വഴികൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ചയിലേക്ക് പ്രവേശിക്കാം. എങ്ങനെയാണ് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന ഒരു ശാഖ വികസിച്ച് വരുന്നത്, രൂപപ്പെട്ടു വരുന്നത്, അതിൻ്റെ വികാസഘട്ടങ്ങൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള സംസാരം നടത്തി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അറബി മലയാള സാഹിത്യത്തിലെ പദ്യരൂപമാണ്. പ്രാരംഭം എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തിയതിൽ വെച്ച് എന്ന് നമ്മൾ പറയാറില്ല, അല്ലെങ്കിൽ ആദ്യമായി രചിക്കപ്പെട്ടത് എന്ന് തന്നെ പറയാവുന്നത് ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുഹീദ്ദീൻ മാലയാണ്. മുഹീദ്ദീൻ മാലയുടെ ശേഷം ഏകദേശം ഒരു നൂറ്റാണ്ടിന് ശേഷമാണ് മറ്റൊരു മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന കപ്പപ്പാട്ട്, കുഞ്ഞായിൻ മുസ്ലിയാരുടെ കപ്പപ്പാട്ട് ഉണ്ടായിട്ടുള്ളൂ. അതെല്ലാം മാപ്പിളപ്പാട്ട് ശാഖയിലെ പ്രധാന ഇനങ്ങളാണെങ്കിലും അതിനെല്ലാം ഒരു മാലയുടെ രീതിയാണ് അതിന് സ്വീകരിച്ചിട്ടുള്ളത്. മാലപ്പാട്ടിൻ്റെ കപ്പപ്പാട്ടാണെങ്കിലും മുഹീദ്ദീൻ മാലയാണെങ്കിലും, മാല എന്ന് പറയുന്നത് മാല പോലെ കോർക്കുക, ആശയങ്ങളെ, ചരിത്രങ്ങളെ കോർക്കുക എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് മാല എന്ന് പറയുന്നത്. ആ രീതിയിൽ എഴുതപ്പെട്ട മുഹീദ്ദീൻ മാലയും ഒരു നൂറ്റാണ്ടിന് ശേഷം വന്ന കപ്പപ്പാട്ടും അതിന് പിന്നീടാണ് നമുക്ക് മാപ്പിളമാരുടെ, അറബി മലയാള സാഹിത്യത്തിൽ മാപ്പിളമാർ രചിച്ച പ്രബലമായ കൃതികളെക്കുറിച്ച് നമ്മൾ പഠനം നടത്തുമ്പോൾ ഈ ഒരു നൂറ്റാണ്ട് കാലം കൃതികളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തീർത്ത് പറയുക വയ്യ. അത്രയും പ്രബലരും പ്രമുഖരുമായിരുന്നു ഈ രംഗത്ത് നമ്മുടെ മുൻഗാമികൾ. അതുകൊണ്ട് തന്നെ മുഹീദ്ദീൻ മാലയ്ക്ക് ശേഷം വിവിധ കൃതികൾ ഉണ്ടായിട്ടുണ്ടായേക്കാം. കണ്ടെത്തിയത് മുഹീദ്ദീൻ മാലയ്ക്ക് ശേഷം കപ്പപ്പാട്ടാണ്. പിന്നീട് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് ഇത് എപ്പോൾ മാറി എന്ന് ചരിത്രത്തിൽ എവിടെയും കാണുന്നില്ല. ഇത് മാലപ്പാട്ട് എന്ന പേരിൽ, സെബീനപ്പാട്ട് എന്ന പേരിലൊക്കെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എനിക്ക് തോന്നുന്നു മാപ്പിളപ്പാട്ട് ജനകീയമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ ഈ സെബീന എന്നോ മാല എന്നോ പറയുന്നതിന് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലുമൊക്കെ ഒരു പക്ഷേ അങ്ങനെയും ആവാം, ഇതിനെ മാപ്പിളപ്പാട്ട് എന്ന രീതിയിലേക്ക് മാറ്റിയതാവാം. ഇതിൻ്റെ തുടക്കം അങ്ങനെയാണെങ്കിലും പിന്നീട് ഇത് വളരെയേറെ ജനകീയമാകുന്നത് മഹാകവി മോയിൻകുട്ടി വൈദ്യരിലൂടെയാണ്. മോയിൻകുട്ടി വൈദ്യർ ആദ്യം എഴുതിയത് ബദറുൽ മുനീർ സുജമാൽ എന്ന ഒരു അറബിക് കഥയുടെ ആവിഷ്കാരമാണ്. അതായത് ഒരു പ്രണയ നോവലിൻ്റെ, പ്രണയ കഥയുടെ ആവിഷ്കാരമാണ് ബദറുൽ മുനീർ സുജമാൽ. വൈദ്യരുടെ ആ കാലത്ത് വൈദ്യർ എഴുതിയ ഈ ബദറുൽ മുനീർ സുജമാൽ എന്ന അതിലെ കവിത്വവും ഭാവനാസമ്പന്നതയും ആ കാലത്തുള്ള കവികളെ മുഴുവനും വല്ലാതെ ആകർഷിച്ചു. വൈദ്യരെ വാനോളം പുകഴ്ത്തി അന്നത്തെ കവികളൊക്കെ. പക്ഷേ സാധാരണക്കാർക്കിടയിൽ അപ്പോഴും മോയിൻകുട്ടി വൈദ്യരോ ഈ
മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന വൈദ്യർ സ്വീകരിച്ച രീതിയിലുള്ള മാപ്പിളപ്പാട്ടുകളൊന്നും സാധാരണക്കാർക്കിടയിൽ അംഗീകാരം നേടിയിട്ടുണ്ടായിരുന്നില്ല. സാധാരണ മലബാർ മുസ്ലിങ്ങൾക്കിടയിൽ മഹാകവി മോയിൻകുട്ടി വൈദ്യർ ആദരണീയനാകുന്നതും അംഗീകരിക്കപ്പെടുന്നതുമൊക്കെ ബദർ കിസ്സപ്പാട്ട് എഴുതും. നമ്മൾ അതിലേക്ക് ഒന്ന് ആഴത്തിൽ പ്രവേശിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഈ അറബി മലയാളത്തെക്കുറിച്ചൊന്ന് സംസാരിക്കേണ്ടതുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം അറബി മലയാളത്തിൽ നിന്നാണല്ലോ. ആ ഭാഷ വരാനിടയാവുന്ന സാഹചര്യങ്ങൾ, ആ ഭാഷയിൽ കൊണ്ടുവന്ന വിവിധ സാഹിത്യങ്ങൾ, രചനകൾ, ഇതേക്കുറിച്ചൊക്കെ ഒന്ന് സംക്ഷിപ്തമായി സംസാരിച്ചാൽ കേൾവിക്കാർക്ക് അതൊരു ഉപകാരമായിരിക്കും. OMB ഷാജി സാഹിബ്. ആദ്യമായി തന്നെ പറയുകയാണെങ്കിൽ അറബി മലയാളം എന്നൊരു ഭാഷ ഇല്ല എന്നുള്ളതാണ്. ആ പ്രയോഗം വരാൻ കാരണം അറബി ലിപിയെ മലയാളം എഴുതാൻ ഉപയോഗിച്ചു എന്നതാണ് വാസ്തവം. ശരിക്കും പറഞ്ഞാൽ ഖാലി മുഹമ്മദ് ഇബ്നു അബ്ദുൽ അസീസ് അവരുടെ ഈ മുഹിയുദ്ദീൻ മാല രചിക്കപ്പെടുന്നത് മലയാള ഭാഷയ്ക്ക് ലിപി ഉണ്ടാകുന്നതിന് 5 വർഷം മുമ്പാണ്. ശരിക്കു പറഞ്ഞാൽ മലയാള സാഹിത്യത്തിൻ്റെ 5 വയസ്സിന് മൂത്ത ജ്യേഷ്ഠനാണ് മാപ്പിള സാഹിത്യം. അപ്പോൾ മലയാളത്തിന് അങ്ങനെ ലിപി ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പ്രാബല്യത്തിൽ വരാൻ നൂറ്റാണ്ടുകൾ എടുത്ത് കാണും. ഇനി നൂറ്റാണ്ടുകൾ എടുത്താലും വിദ്യാഭ്യാസം, അറിവ് എല്ലാം പകരുന്നതും കാര്യങ്ങളും ഇതിൻ്റെ സൗകര്യങ്ങളെല്ലാം ചില ഒരു കേന്ദ്രങ്ങളിലേക്ക് ഒതുക്കിയിട്ടുണ്ടായിരുന്ന ഒരു സമ്പ്രദായം. എല്ലാവർക്കും വിദ്യാഭ്യാസം നേടാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല. അപ്പം മദ്രസ പഠനവും കാര്യങ്ങളുള്ളത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് അറബി മലയാളം പോലെ അറബിയിലെ തമിഴുണ്ട്. ഇപ്പം നമ്മൾ മലയാളത്തിൽ ടൈപ്പിംഗ് ആക്കുന്നതിന് മുമ്പ് മൊബൈലിൽ വന്നുകൊണ്ടിരുന്നത് ഇംഗ്ലീഷിലല്ലേ ടൈപ്പ് ചെയ്തത്. അങ്ങനെ ടൈപ്പ് ചെയ്തെന്ന് വെച്ചിട്ട് അതൊരിക്കലും ഇംഗ്ലീഷ് മലയാളം എന്നൊരു പുതിയ ഭാഷയാകുമോ? നമ്മൾ സംസാരിക്കുന്നത് എന്താണോ അതാണ് ഭാഷ. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ലിപിയുടെ ആവശ്യമില്ല. നമ്മളിന്ന് സംസാരിക്കുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തെ ഞാൻ ഒരു എഴുത്തിലൂടെ നിങ്ങൾക്ക് അറിയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ലിഖിതങ്ങളായി എടുത്ത് വെക്കേണ്ടി വരുന്നു. ഇപ്പം നമ്മളൊക്കെ അറബി എഴുതാനും വായിക്കാനും പഠിച്ചവരാണ് മദ്രസയിലല്ലേ. ഇപ്പം ലിപി ഭാഷയാണെങ്കിൽ എന്തുകൊണ്ട് ആ ലിപി അറിയുന്ന നമുക്ക് ഇവിടെ വന്നപ്പം അറബി സംസാരിക്കാൻ പറ്റുന്നില്ല? അത് സംസാരിച്ച് തന്നെ പഠിക്കണം. അപ്പം മാപ്പിള സാഹിത്യത്തിലേക്ക് അറബി ഇപ്പം കടന്നു വന്നതിൻ്റെ വേറൊരു കാര്യം കൂടി പറയാം. മുഹിയുദ്ദീൻ മാല ഇപ്പോൾ ആദ്യത്തെ കൃതി നിലവിൽ കണ്ടെടുത്തതിൽ ആ എഷലിൻ്റെ പേര് യമൻ കെട്ട് എന്നാണ്. ആ 420 വർഷം മുമ്പ് എഴുതിയ അതേ അളവിലാണ് പിൽക്കാലത്ത് വന്ന മൈലാഞ്ചിപ്പട്ട കടുനീല കണ്ണുള്ള മുഞ്ചത്തിക്കെന്തുണ്ട് എന്ന പാട്ടും ഇതും ഒരേ അളവിലാണ്. അതാണ് നിങ്ങൾ ഈ ബാക്കിൽ എഴുതി കാണുന്ന ഇശൽ അഥവാ വൃത്തം. അപ്പോൾ ഈ അറബി മലയാളം എന്നത് എഴുതാൻ വേണ്ടി അന്നത്തെ സൗകര്യത്തിന് ആൾക്കാർ തിരഞ്ഞെടുത്താണ്. അത് ഈ നൂറ്റാണ്ടിലും അത് 971 ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ നാട്ടിൽ ഒരാൾ എഴുതിയ പാട്ട് ഡയറിയിൽ എനിക്ക് കിട്ടി. ഉള്ളാളം ദർഗയെക്കുറിച്ച് എഴുതിയത്. അദ്ദേഹം എഴുതിയേക്കുന്ന അറബിയില്ല. പിന്നെ മലയാളത്തിൽ എഴുതുമ്പോഴും നമ്മൾ ഉച്ചരിക്കുന്ന എല്ലാ പദങ്ങളെയും സ്വാധീനിക്കാൻ മലയാള ലിപിക്ക് പരിമിതിയുണ്ട് എന്നതും ഒരു വാസ്തവമാണ്. സൽസല എന്ന് മലയാളത്തിൽ എഴുതാൻ പറ്റൂല. അല്ലാഹുവാണോ അള്ളാഹുവാണോ? അള്ളാഹു എന്ന് മലയാളത്തിൽ എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. സുബൈർ എന്ന് എഴുതാൻ പറ്റുമോ? റമദാനാണോ റമളാനാണോ റമലാനാണോ? ഏതാണ്? അപ്പോൾ മലയാള ലിപിയുടെ പരിമിതിയും അതുപോലെ മലയാള ലിപി പഠിക്കാനും പഠിപ്പിക്കാനും ഉണ്ടായിരുന്ന അന്നത്തെ ആ ചുറ്റുപാടും ഇതൊക്കെ കൂടി അറബി മലയാളം എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത് എളുപ്പം അതായിരുന്നു. ഇപ്പോഴും പാട്ട് പഠിപ്പിക്കുമ്പോൾ ഞാൻ പിള്ളേരോട് ഞാൻ കൂടുതലും ഇന്നും അറബി മലയാളം ഇപ്പോൾ ഓർലൻസിൽ അതിൻ്റെ അറബി മലയാളം തപ്പിയെടുത്ത് തന്നെയാണ് കറപ്ഷൻസ് ഇട്ടേക്കുന്നത്. കാരണം അറബി മലയാളത്തിൽ അവിടെ ചെറിയൊരു വ്യത്യാസം മതി ഒരു പാട്ടിൻ്റെ അർത്ഥം മാറാൻ. അപ്പോൾ അറബി മലയാളം നല്ലോണം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മലയാള ലിപി പഠിക്കുന്നതിന് മുമ്പുള്ള ആൾക്കാരൊക്കെ ചിലപ്പം കത്തുകൾ എഴുതിയിട്ടുണ്ടതും അറബി മലയാളത്തിൽ തന്നെയാണ്. നെയ്തൽ അറബി മലയാളത്തിൽ തന്നെയാണ്. അറബി മലയാളം കൂടുതലും മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതിങ്ങനെ വന്ന് കാവ്യങ്ങളിലൂടെ മാത്രമല്ല, ഇപ്പം നമ്മൾ ഈ പാട്ടിൻ്റെ കാര്യം ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഈ കാവ്യങ്ങളെ കൂടി ചർച്ച ചെയ്യുന്നു. അന്ന് കത്ത് എഴുതിയിട്ടുണ്ടാവൂലേ ആൾക്കാർ? കത്ത് എഴുതിയിട്ടുണ്ടാവും. ലിഖിതങ്ങളായി എഴുതി വെച്ച പല കാര്യങ്ങളും ഉണ്ടാവൂലേ? ആത്മീയപരമായിട്ടാണെങ്കിലും ചരിത്രപരമായിട്ടാണെങ്കിലും ഈ ഗാനശാഖയല്ലാതെ വേറെയും പല ഏടുകളും എഴുതി വെച്ചിട്ടുണ്ടാവൂലേ? അതിനും അറബി മലയാളമാണ് ഉപയോഗിച്ചത്. പക്ഷെ അത് കൂടുതലും സ്വാധീനം ചെലുത്തിയത് മാപ്പിളമാരുടെ ഇടയിലായിരുന്നു.
പിന്നൊന്ന് ഈ പാട്ടുകളൊക്കെ വൈദ്യരുടെ പാട്ടുകൾ ഇന്നും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കാൻ കാരണത്തിന് വേറൊന്നും കൂടിയുണ്ട്. അതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പുസ്തകങ്ങളൊക്കെ ഇറക്കി. വൈദ്യരെ പോലെ തന്നെ എഴുതുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അവരുടെതൊന്നും മലയാളത്തിലില്ല എന്നുള്ളതും വാസ്തവമാണ്. അപ്പം അതിനിപ്പോൾ അക്കാഡമിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ അത് ചെയ്തു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അറബിയിൽ എഴുതി കഴിഞ്ഞാൽ അറബി മലയാളം നമുക്ക് തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നില്ല. ഒരു ഇതര കല മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഒരു ഇതര സമുദായത്തിൽപ്പെട്ടവൻ, അവർക്കിതെങ്ങനെ മനസ്സിലാകും? അവരെങ്ങനെ വായിച്ചെടുക്കും? അപ്പം മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാലേ അറബി മലയാളത്തിൽ എഴുതിയതിനും പ്രാധാന്യമുള്ളൂ എന്നതും കൂടി ഒരു വാസ്തവമാണ്. ഇതിൽ 2 കാര്യങ്ങൾ ചേർത്ത് പറയുന്നു. ഒന്ന്, ഈ ഖാദി മുഹമ്മദ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പാട്ടെഴുത്തുകാരൻ എന്ന രീതിയിൽ പരിമിതപ്പെട്ടു പോകരുതാത്ത വലിയ പണ്ഡിത വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹം 500ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പല ഗ്രന്ഥങ്ങളും കണ്ടെടുക്കപ്പെട്ടിട്ടില്ല. പക്ഷേ 500ഓളം വിശിഷ്ടമായ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള വലിയ പണ്ഡിതനായിരുന്നു ഖാദി മുഹമ്മദ് തങ്ങൾ. ഇനി രണ്ടാമത്തെ കാര്യം, ഈ അറബി മലയാളത്തിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് അത് കേവലം കുറേ പാട്ടുകൾ അല്ലെങ്കിൽ മാലപ്പാട്ടുകൾ, പടപ്പാട്ടുകൾ രചിക്കപ്പെട്ട ഒരു ഭാഷ എന്ന രീതിയിൽ മാത്രമല്ല നമ്മൾ അതിനെ കാണേണ്ടത്. മറിച്ച് ഈ ചാർ ദർവേഷ് പോലുള്ള നോവലുകൾ അറബി മലയാളത്തിലേക്ക് വരുന്നുണ്ട്. അഷ്ടാംഗഹൃദയം പോലുള്ള വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ അറബി മലയാളത്തിലേക്ക് വരുന്നുണ്ട്. അറബി മലയാളത്തിലുള്ള ഗ്രന്ഥങ്ങൾ പ്രസിദ്ധപ്പെടുത്താൻ വേണ്ടി മാത്രം കോഴിക്കോട്ടും തിരൂരങ്ങാടിയിലും തലശ്ശേരിയിലുമൊക്കെ പ്രസാധകാലയങ്ങൾ, പ്രസ്സുകൾ ഉണ്ടായിരുന്നു എന്നതുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അത്ര വിപുലമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ള ഭാഷയാണ് അറബി മലയാളം. അത് തീർച്ചയായും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പുതിയ തലമുറക്ക് അത് പ്രാപ്യമാവുന്ന വിധത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങുകയും ചെയ്യേണ്ടതാണ്. ഇനി നമ്മളതിൻ്റെ ഈ മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്രത്തോട് ചേർത്ത് പറയുന്ന സമയത്ത് 2 കാര്യങ്ങൾ നേരത്തെ അബു മുഫീദ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആദ്യത്തെ പാട്ട് ഉണ്ടായി, കണ്ടെടുക്കപ്പെട്ട ആദ്യത്തെ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് മൊഹീദ്ദീൻ മാലയാണ്. അതിനുശേഷം എനിക്ക് തോന്നുന്നു 130 വർഷത്തിന് ശേഷമാണ് കുഞ്ഞൻ മുസ്ലിയാരുടെ ഗ്രന്ഥം കണ്ടെടുക്കപ്പെടുന്നത്. അതിനിടയിൽ വലിയ സാഹിത്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാകും, നടക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. കാരണം അങ്ങനെ സാഹിത്യാഭിരുചിയുള്ള ഒരു സമൂഹമാണ്. സ്വന്തമായൊരു ഭാഷ വികസിപ്പിച്ച് അതിൽ രചനകൾ നടത്തിയിട്ടുള്ള ഒരു സമുദായത്തിനകത്ത് തീർച്ചയായും അത് നടക്കേണ്ടതാണ്. ചരിത്രത്തിൽ ആ വിടവ് നികത്താനുള്ള ഗവേഷണങ്ങൾ, പഠനങ്ങൾ ഇനിയും സാധ്യമാകേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. അൽത്താഫിന് ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാവുന്നതാണ്. ഒരു ബറക്കത്തിന് വേണ്ടി മൊഹീദ്ദീൻ മാല 2 വരി പാടിയിട്ട് ഒരു 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് കൈമാറും. അല്ലാ തിരുപേരും സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലം മൂടയവൻ ഏകല്ലാരുളാലേ ആയേ മുഹമ്മദ വർക്കീളാണോവർ എല്ലാ കീളയിലും വൻകീളായോവർ എല്ലാ ദിശയിലും കിളിമികച്ചോവർ. അറബി മലയാളത്തിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു അറിവിൽ മലയാളത്തിൽ ലക്ഷണമൊത്ത സാഹിത്യം ഇന്ദുലേഖ എഴുതപ്പെടുന്നതിന് മുമ്പ് തന്നെ അറബി മലയാളത്തിൽ ഒരു നോവൽ രചിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ചെറിയൊരു അറിവ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ പേര് എനിക്കറിയില്ല. ചാർ ദർവേഷ്. അത് മലയാളത്തിൽ ലക്ഷണമൊത്ത നോവൽ വരുന്നതിന് മുമ്പ് തന്നെയാണെന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്നതും അതിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിലേയും കൂടി പഠന ഗവേഷണങ്ങൾ നീളേണ്ടതുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലും കൂടെയാണത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ അറബി മലയാളത്തിൻ്റെ ഒരു സ്വാധീനം പറയുമ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്തേക്ക് നോക്കുന്ന സമയത്ത് ഇപ്പം നമ്മുടെ വല്യമ്മമാരുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ അവരൊരു പക്ഷേ മലയാളത്തിലോ അല്ലെങ്കിൽ ഇതര ഭാഷകളിലോ അവർക്ക് സാക്ഷരത, എഴുതാനോ വായിക്കാനോ ഒക്കെയുള്ള ഒരു അറിവ് കുറവാണെങ്കിലും അവരുടെ അറിവും അവരുടെ സംസ്കാരവും അവരുടെ ആത്മീയതയും രൂപപ്പെടുത്തുന്നതിൽ അറബി മലയാളത്തിലുള്ള ഏടുകളും ഗ്രന്ഥങ്ങളും വലിയൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് മലബാറിലെ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം സാംസ്കാരിക ചരിത്രത്തിൽ അത്തരത്തിൽ കൂടി അറബി മലയാളത്തിനൊരു സ്ഥാനമുണ്ട് എന്നാണ് തോന്നുന്നത്. മൊയ്ൻകുട്ടി വൈദ്യർ ഈ സാഹിത്യശാഖയെ വളരെ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോയി. പറയേണ്ടുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ കുറച്ച് കാലം ജീവിച്ച ഒരു പ്രതിഭയാണ്. 39-ാം വയസ്സിലോ മറ്റാണ് അദ്ദേഹം മരണപ്പെടുന്നത്.
അത്ര ചുരുങ്ങിയ വർഷങ്ങൾക്കിടയിൽ ഈ ഭാഷയെ തന്നെ ജനകീയവൽക്കരിക്കുകയും ഈ പാട്ടിന് വലിയൊരു ആസ്വാദക സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തു മൊയിൻകുട്ടി വൈദ്യർ. അദ്ദേഹത്തിൻ്റെ ആദ്യകാല രചനകളിലുണ്ടാവുന്ന പ്രണയങ്ങളൊക്കെ പിന്നീട് പാടേ മാറുകയും തികച്ചും പുതിയ മേഖലയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയും ചെയ്യുന്നു. അതിന് പിറകിൽ ആത്മീയമായ ചില ഇടപെടലുകളുടെയൊക്കെ ഒരു ചരിത്രം പറയുന്നുണ്ട്. അതായിരുന്നു നിങ്ങൾ പറഞ്ഞു തുടങ്ങി. അതൊന്ന് പൂർത്തീകരിക്കാമെന്ന്. നമുക്ക് ഓരോ പാട്ടിൻ്റെയും നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് സമയം നമുക്ക് ആവശ്യം. മൊത്തത്തിൽ എല്ലാ സംഭവങ്ങളും ഒറ്റയടിക്ക് പറഞ്ഞു പോകാനും നടക്കും. വൈദ്യരുടെ പാട്ട് ഇത്രയും ജനകീയമാകുന്നതിന് ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമായും അതിൻ്റെ സാഹിത്യ രീതി തന്നെയാണ്. ഭാഷ എന്ന് പറയുന്നത് നമ്മളെ ഉറുദു ഭാഷ. ഉറുദു ഒരു ഗ്രാമ്യ ഭാഷയാണ്. ഉറുദു ജനകീയമാകുന്നതും ദേശങ്ങൾ താണ്ടി സർവ്വദേശീയമായ രീതിയിൽ ഉറുദു അംഗീകരിക്കപ്പെടുന്നതും ഗസലിലൂടെയാണ്. ഗസലും കവാലിയിലൂടെയൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രചരിക്കപ്പെടുന്നത്. എന്നതുപോലെ അറബി മലയാള ഭാഷയ്ക്ക് അങ്ങനെ ഒരു ഭാവി ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകൾ മലയാളത്തിൽ പദങ്ങൾ കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ വാക്കുകളില്ലാത്തത് കൊണ്ടോ മാത്രമല്ല, വൈദ്യരുടെ ചില പാട്ടുകൾ അങ്ങനെ പാടിയാലേ പറ്റൂ. ഹക്കാന കോന മറാൽ മക്കാവ് വിട്ട് നബി പക്ക മദീന തണവായി ആരേതുമെത്തിടുക ഈരാറുമൊത്ത ഷഹർ ബാറാൽ പൊറുത്ത പിറകേ. ആ പാട്ടൊന്ന് പാടോ? തമിഴ് പാടുമെന്ന് ഒരു 4 വരി. കാന കോനമറാൽ മക്കാവ് വിട്ട് നബി പക്ക മദീന തണവായി ഹാരേതുമെത്തിടുക ഈരാറുമൊത്ത ഷഹർ ബാറാൽ പൊറുത്ത പിറകേ. ഹക്കാന കോനമറാൽ മക്കാവ് വിട്ട് നബി പക്ക മദീന തണവായി ഹാരേതുമെത്തിടുക ഈരാറുമൊത്ത ഷഹർ ബാറാൽ പൊറുത്ത പിറകേ. അതിൻ്റെ വരികളിൽ ഹക്കാനെ കോൻ അമറാൽ മക്കാവ് വിട്ട് നബി പക്ക മദീനത്തണവായി ആരേതും എത്തിടുക ഈരാറും ഒത്ത ഷഹർ ബാറാൽ പൊറുത്ത പിറകെ. ഇതിലൊരു വൈദ്യർ പാലിച്ച ഒരു ഛന്ദസ്സുണ്ട്. മാപ്പിളപ്പാട്ടിൻ്റെ നിയമങ്ങളിൽ കഴുത്ത് എന്ന് പറയപ്പെടുന്ന രീതിയുണ്ട്. അതിന് പുറമെ അതിമനോഹരമാക്കുന്ന ഒന്നാണ് ഛന്ദസ്. ഈ ഹക്കാനെ കോനമറാൽ മക്കാവ് വിട്ട് നബി പക്ക മദീനത്തണവായി, ഇങ്ങനെ ഇത് ആ വരിയിൽ ഫുള്ളായിട്ട് കാണാം. ആ പാട്ടിൽ പൂർണ്ണമായിട്ടും ഈ ഛന്ദസ് പാലിച്ചതായിട്ട് കാണാം. ഓരോ പാട്ടുകൾ എടുക്കുമ്പോഴും വൈദ്യരുടെ ഓരോ പാട്ടുകളും ശരിക്കും വിശദീകരിക്കേണ്ടതും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുമാണ്. അത് നമുക്ക് സാധ്യമല്ലപ്പോൾ. ഏതായിരുന്നാലും ആ ഒരു ഭംഗി വരുന്നത് ആ സാഹിത്യ പ്രയോഗം കൊണ്ടാണ് വൈദ്യരുടെ പാട്ടിന് ഭംഗി വരുന്നത്. ബദർ മാത്രമല്ല, വൈദ്യരുടേതായ മറ്റൊരു കൃതിയാണ് മലപ്പുറം കിസ്സപ്പാട്ട്. മലപ്പുറം പടപ്പാട്ട് വൈദ്യർ എഴുതിയതാണ്. അതേപോലെ ഉഹദ് പടപ്പാട്ട് വൈദ്യരുടേതാണ്. വൈദ്യരും പിതാവും കൂടി എഴുതിയതാണ് ഹിജ്റ കിസ്സപ്പാട്ട്. ഇങ്ങനെ തുടങ്ങിയ പാട്ടുകളിലൂടെ പിന്നീട് വൈദ്യർ ബദറുൽ മുനീർ ജമാലിന് ശേഷം വൈദ്യർ സഞ്ചരിച്ചത് മുഴുവനും ഇസ്ലാമിക ചരിത്രത്തിൻ്റെയും സമരത്തിൻ്റെയും ഒരു വഴിയിലൂടെയാണ് സഞ്ചരിച്ചത്. അതിലടിയിൽ സലീഖത്തുപട എന്ന് പറയുന്ന അതേപോലെ ബദറുൽ മുനീർ ജമാലിൻ്റെ പോലെ തന്നെ ഒരു ചരിത്രത്തെ, ഒരു അറബിക് കഥയെ കിസ്സപ്പാട്ടാക്കി എഴുതിയതാണ് സലീഖത്തുപട എന്ന് പറയുന്ന ഒന്ന്. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ മാപ്പിളപ്പാട്ടിൽ തന്നെ വിവിധങ്ങളായ രൂപങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ മാലപ്പാട്ടുകളുണ്ട്, പടപ്പാട്ടുകളുണ്ട്, കെസ് പാട്ടുകളുണ്ട്, കിസ്സപ്പാട്ടുകളുണ്ട്, കത്തുപാട്ടുകളുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ രൂപങ്ങൾ ഉണ്ടായിട്ടല്ലോ. ഇതൊക്കെ ഉള്ളടക്കത്തെ അടിസ്ഥാനമാക്കിയിട്ടാണോ നമ്മൾ ഈ വർഗീകരണം നടത്തുന്നത്? അങ്ങനെയാണോ? അതിൻ്റെ രീതി എന്താണ്? കെസ് എന്ന് പറയുന്ന ഒരു ഈശലാണ് അല്ലേ മാഷേ? കെസ് എന്ന് പറയുന്ന ഒരു ഈശലാണ്. അതിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ഒരു പാട്ട് ഞാൻ കെസ്സിൽപ്പെട്ടൊരു പാട്ട് പാടുകയാണെങ്കിൽ, ജന്നാത്തുൽ ഫിർദൗസിലിരിക്കും ക്ഷേമക്കിരീടരാകിയ 313 മുർസലീങ്ങളെ ശിശയിലുൾപ്പെട്ടുങ്കള മുഹിദ്ദീൻ ജയിലിൽ കിടന്നിട്ട് വിളിച്ചിടും സങ്കടമൊക്കെ നിവർത്തി തര ഈ മാങ്കളെ. അതൊരു കെസ്സാണ്. കുത്തുബുഷുഹദാക്കളിലും ബന്ദാർ ബദറിൽ പടവെട്ടി ജയിത്തവർ പോരിശ കുത്തുബുഷുഹദാക്കളിലും. അതിൽ തന്നെ പ്രണയമുണ്ട് കേട്ടോ. മാഞ്ഞാളം കൊഞ്ചി കൊഞ്ചി കണ്ണും വെട്ടിച്ചാള കണ്ടാൽ പാഞ്ഞൊളിച്ചിടുന്നെന്തിനാളെ നിന്നെ മാരനായെടുക്കുവാൻ എന്നെ പറ്റുന്നില്ലെങ്കിൽ പിന്നാരാണ് ഉലകത്തിലെ തേനെ. അതും
കെസ്സിൽ പെട്ടതാണ്. അപ്പോൾ കെസ്സിൽ പല വിഷയങ്ങളും വരുന്നുണ്ട്. അതതിൻ്റെ ഒരു മീറ്ററാണ്. ഈ ഞാൻ ആദ്യം പാടിയ ജന്നാത്തുൽ ഫിർദൗസിലിരിക്കും എന്ന പാട്ടിൻ്റെ ചരിത്രം കൂടിയുണ്ട്. കടായിക്കൽ മൊയ്തീൻകുട്ടി ഹാജി എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യനെ എഴുതിയതാണ് ആ പാട്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം 11 പേരെ കൊല ചെയ്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വലിയ ശിക്ഷ വിധിക്കുക. സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തത്രയും ആരോഗ്യമില്ല, ക്ഷയിച്ച ഒരു വ്യക്തിയുടെ പേരിലുള്ള കുറ്റമായിരുന്നു 11 പേരെ കൊന്നു. 11 എൻ്റെ ഓർമ്മ. കൊന്നു എന്ന് പറയുന്നത് തൂക്കാൻ വിധിച്ച, ബ്രിട്ടീഷ് കോടതി തൂക്കാൻ വിധിച്ച വ്യക്തിയാണ്. തൂക്കുകയറിന് മുന്നിൽ വെച്ച് അവസാനത്തെ ആഗ്രഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു പാട്ട് കെട്ടിപ്പാടണമെന്ന്. അങ്ങനെ പാടിയ പാട്ടാണ്, പാട്ടെഴുതി പാടിയ പാട്ടാണ് ജന്നാത്തുൽ ഫിർദൗസിലിരിക്കും ക്ഷേമക്കിരീടരാകിയ 313 മുർസലീങ്ങളെയും മഹാന്മാരായ ഔലിയാക്കളെയും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെയും തവസ്സുൽ ചെയ്തുകൊണ്ട് പാട്ട് കെട്ടിപ്പാടി തൂക്കമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നതാണ് ചരിത്രം. മാത്രമല്ല അതിന് ശേഷം പ്രയാസങ്ങളുമായി ആളുകൾ വരുമ്പോൾ, എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നുകൊണ്ട് മൊയ്തീൻകുട്ടിയായിട്ടുള്ള ആരെങ്കിലും പറയുമ്പോൾ നിങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് പാടിക്കോളി എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ കെസ് പാട്ട് എന്ന് പറയുന്നത് കെസ് പാട്ടിൻ്റെ വലിയ ശാഖയാണ് കെസ് പാട്ട്. ഒരുപാട് പാട്ടുകളുണ്ട്, പല ആശയങ്ങളുള്ള പാട്ടുകളുണ്ട്. പ്രണയമുണ്ട്, സമരങ്ങളുണ്ട്, ഭക്തിയും ഉള്ള പാട്ട്. മുത്തുനബിയെക്കുറിച്ച് ആലിക്കുട്ടി കുറിക്കുള്ള ഒരു പാട്ടുണ്ടല്ലോ, അതും കെസ് പാട്ടിൽ പെട്ടതാണ്. അപ്പോൾ കെസ് പാട്ട് എന്ന് പറയുന്നത് അതാ. പിന്നെ നമ്മൾ വരുന്നത് മാഷ് നേരത്തെ പറഞ്ഞ പോലെ പടപ്പാട്ട് കിസ്സപ്പാട്ടുകളും പടപ്പാട്ടുകൾ കിസ്സപ്പാട്ടിൽ വരുന്നതാണ്. കാരണം കിസ്സയാണല്ലോ. പക്ഷേ പടപ്പാട്ടുകൾ മാത്രമാണ്. അത് കിസ്സപ്പാട്ടുകൾ എന്ന് പറയുന്നത് വേറെ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ കിസ്സ, യൂസുഫ് കിസ്സ, ഇബ്രാഹിം നബിയുടെ കിസ്സ, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കിസ്സപ്പാട്ടുകളും ഉണ്ട്. പടപ്പാട്ടിൽ പ്രാദേശികമായിട്ട് കുറേ പടപ്പാട്ടുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ KT മുഹമ്മദ് എഴുതിയ മലബാർ സമരത്തെക്കുറിച്ച്, ഖിലാഫത്ത് സമരത്തെക്കുറിച്ചുള്ള പടപ്പാട്ടുണ്ട്. KT മുഹമ്മദ് എന്ന് പറഞ്ഞാൽ കൂറുവാനൂരുക്കമായേ കൂരയും മീളക്കമായേ നേരിടാഞ്ഞേരുക്കമായേ നിത്യബേജാറെന്നിലായി എന്ത് ചെയ്യും ഞാനേ ഗതി എന്നിൽ താറഹ്മാനേ ബിസ്മിയും. ആ പാട്ട് എഴുതിയ വ്യക്തിയാണ് KT മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ മലബാർ സമരത്തെക്കുറിച്ചുള്ള കിസ്സപ്പാട്ടുണ്ട്. CP മുഹമ്മദ് വേങ്ങര എന്ന് പറയുന്ന ആളെ ഓമാരപ്പടമുണ്ട്, ഓമാനൂർ ശുഹദാക്കളെ കുറിച്ചുള്ള പടം. CP മുഹമ്മദ് ഒരുപാട് പാട്ടുകൾ എഴുതിയ വലിയ വ്യക്തിയാണ്. ധാരാളം പാട്ടുകൾ. എങ്ങും വിരിഞ്ഞു മണം വീശുന്ന നബി റോജാ റസൂലു, ആ പാട്ട്, അതേപോലെ ഒരുപാട് പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട്, ധാരാളം പാട്ടുകളുണ്ട്. അദ്ദേഹം എഴുതിയ ഓമാരപ്പടയുണ്ട്. ചെറൂർ ശുഹദാക്കളെ കുറിച്ചുള്ള പടപ്പാട്ടുകളുണ്ട്. അങ്ങനെ പ്രാദേശികമായിട്ട് ധാരാളം പാട്ടുകളുണ്ട്. പ്രത്യേകിച്ച് എന്നെ വല്ലാതെ ആകർഷിച്ചൊരു പാട്ടാണ് പുത്തനങ്ങാടി പടപ്പാട്ട്. കൂടുതൽ ആളുകളാരും പാടാത്തതും കേൾക്കാത്തതുമായ സാധനമാണ് പുത്തനങ്ങാടി ശുഹദാക്കളെ കുറിച്ചുള്ള പാട്ട്. അൽതാഫ് ഗഡറുള്ള പാട്ട് പുത്തനങ്ങാടി. PPA കുട്ടി അടയൂരി എഴുതിയ പാട്ടാണ് ഒന്ന്. ഇപ്പടുത്ത് ആനമങ്ങാട് സ്വദേശിയായ ഒരു അലി മുസ്ലിയാരും പുത്തനങ്ങാട് ശുഹദാക്കളെ കുറിച്ച് പാട്ട് എഴുതിയിട്ടുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു. ഈ പുത്തനങ്ങാട് ശുഹദാക്കളുടെ പാട്ടിൻ്റെ പ്രത്യേകത, ഒരു സമരം നടക്കുന്നു, ആ സമരത്തിൽ ഒരു വിഭാഗം മുഴുവനും കൊല്ലപ്പെടും. ഈ സമരത്തിൻ്റെ മുന്നോടിയായി സമരം ചെയ്യുമെന്നും എല്ലാവരെയും ഞങ്ങൾ കൊല്ലുമെന്നും ഒരു പ്രതിയോഗി പറയുമ്പോൾ അയാളോട് പറയുകയാണ്, അങ്ങനെ ചെയ്താൽ നിന്റെ തല ഞാൻ എടുക്കും, നിന്റെ തല ഞങ്ങൾ എടുക്കും എന്ന് പറയുകയാണ്. അപ്പോൾ അതിന് ശേഷം ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മുഴുവനും നശിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ ഈ വെല്ലുവിളിച്ച വ്യക്തി മാറി നിൽക്കുക. കാരണം ആ കൂട്ടത്തിൽ നശിച്ചു പോയാൽ ഇദ്ദേഹം പറഞ്ഞ വിഷയം നടക്കൂലല്ലോ, അതിനുവേണ്ടി മാറി നിൽക്കുക. അങ്ങനെ മാറി നിൽക്കുമ്പോൾ കാട്ടിൽ ഒളിച്ചിരിക്കുകയാണ്. എല്ലാവരും മരിച്ചു, ഇയാൾ മാത്രമാണ് ബാക്കി. ഈ പോക്കർ എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തി മാത്രം ഒറ്റപ്പെട്ട് കാട്ടിൽ ജീവിക്കുമ്പോൾ ഈ പോക്കർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഉമ്മ കൊടുക്കുന്ന ഒരു പ്രോത്സാഹനമാണ് ആ കിസ്സയിൽ, ആ പാട്ടിൽ വളരെ ആകർഷിച്ച ഒരു വരിയാണ്. 2 വരി. ചോറ് വാഴൻ്റെ ഇലയിൽ ചോറ് പൊതിഞ്ഞ് മകന് കൊടുത്തയക്കുക. എല്ലാ ദിവസവും ചോറ് പൊതിഞ്ഞ് മകന് കൊടുത്തയക്കുമ്പോൾ ഒരു ദിവസം മകനോട് ഉമ്മ ചോദിക്കുകയാണ്,
ഉമ്മ പറഞ്ഞിട മോനെ പോക്കരെ വാഴന്റെ ഇത് തീർന്ന് എന്നാണിനി നിന്റെ ഉദ്ദേശം തീരുക. അമ്മിഞ്ഞപ്പാലെന്റെ നിന്നു തിരത്തിയില്ലേ മോനെ അതിനസറുടനെ കാട്ടിമനം പറുഹേകുക. എന്റെ അമ്മിഞ്ഞപ്പാല് കുടിച്ച് വളർന്നവനല്ലേ ഈ, എന്നാ എൻ്റെ ഉദ്ദേശം ഞാൻ തീരാ. അനക്ക് എന്തും ചോറ് പൊതിഞ്ഞിട്ട് വായന തീർന്നു എന്ന് മകനോട് പറയാം. ഇത് ഒരാളെ തലയെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മകനോട് എന്നാ എൻ്റെ ഉദ്ദേശം തീരുക എന്ന് ചോദിച്ചുകൊണ്ട് മകൻ ചോദിക്കുമ്പോൾ ഉമ്മ ചോദിക്കും, മകൻ്റെ മറുപടിയാണോ, തമ്മ ഇത് മതി ഇന്നത്തോടെ തീരും പൊന്മണി മാത തന്നിടുവീനിന്നൊരു പൊതിച്ചോറും കൂടിയേ. താനവൻ തൻ്റെ ഉദവി എനിക്കുണ്ടാകാൻ തേടണം നിങ്ങൾ തലയെ കിട്ടും ഇന്ന് പുലർച്ചെ കാണുമേ. ഈ ഒരു പൊതിയും കൂടി മതി ഉമ്മ. ഇതോട് കൂടിയിട്ട് ഇന്നത്തോടു കൂടി ചോറ് പൊതികൾ നിർത്തിക്കളി, പരിപാടി നിർത്തിക്കളി. ഇനി അടുത്ത് ഞാൻ പറഞ്ഞ വിഷയം ഇന്നത്തോടെ തീരും, തലയെ കിട്ടും ഇന്ന് പുലർച്ചെ കാണുമേ എന്ന് മറുപടി പറയുന്ന ഒരു വളരെ രസകരമായ, വളരെ മനോഹരമായ, ആവേശം കൊള്ളിക്കുന്ന ഒരു ചരിത്രമാണത്. ആ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപാട് സമയം നീളുന്നത് കൊണ്ട് അല്ല, അടുത്ത വിഷയത്തിലേക്ക് ഈ പോകാം. പാട്ടൊക്കെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ട്. അതിൻ്റെ എഴുത്തുകോപ്പിൻ്റെ കയ്യിലുണ്ട്. ഇനി നമ്മൾ ഈ ചരിത്രം അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകളെ പറഞ്ഞു പോകേണ്ടതുണ്ട്. ചെറ്റുവേരി കുട്ടിയുണ്ട്, ടി ഉബൈദ് സാഹിബുണ്ട്, ഇങ്ങനെ പലരും ഉണ്ട്. നമുക്ക് ഒരു നീണ്ട മേഖലയായതുകൊണ്ട് തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമ്മളിനി ഇപ്പോൾ ഈ മാപ്പിളപ്പാട്ടുകളുടെ രചനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് കരുതുകയാണ്. പ്രത്യേകിച്ച് സ്കൂൾ കലോത്സവമായാലും അവിടെ മാപ്പിളപ്പാട്ടുണ്ട്. എസ്എസ്എഫിൻ്റെ നാട്ടിലെ സാഹിത്യോത്സവത്തിൽ, പ്രവാസി സാഹിത്യോത്സവം ഒക്കെ മാപ്പിളപ്പാട്ട് പ്രധാനപ്പെട്ട ഇനമാണ്. ഇങ്ങനെ പാടപ്പെടുന്ന പാട്ടുകളൊക്കെ മാപ്പിളപ്പാട്ടിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ളതാണോ എന്ന് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏത് സാഹിത്യ മേഖലയാണെങ്കിലും ഏത് പാട്ട് മേഖലയാണെങ്കിലും അതിനൊക്കെ നിയമങ്ങളുണ്ടല്ലോ. ആ നിയമങ്ങളൊക്കെ പാലിക്കപ്പെട്ടിട്ടുള്ള പാട്ടുകളാണോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് ഈ മാപ്പിളപ്പാട്ടിൻ്റെ രചനകൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ മാപ്പിളപ്പാട്ട് ഒരാൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ആദ്യമായി ഒരാൾ പാട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സാഹിത്യഭംഗിയാണ്. സാഹിത്യഭംഗി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രാസ നിയമങ്ങൾ. ഇപ്പം നേരത്തെ ഇവിടെ ഹക്കാന കോനമറൽ, ഈ ഹക്കാന ഇശൽ ഹക്കാന എന്ന് പിൽക്കാലത്ത് കാണാം. അത് വൈദ്യർ ഹക്കാന എഴുതിയത് കൊണ്ടല്ല. വൈദ്യർ ഇശലായി തിരഞ്ഞെടുത്തേക്കുന്നത് 844 രചിക്കപ്പെട്ട സക്കൂം പടപ്പാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ എഴുതിയ സക്കൂം പടൈപ്പുറ എന്നതിൻ്റെ അന്നത്തെ മലയാള സാഹിത്യമാണ്. ആ അറബി മലയാളവും വ്യത്യാസമുണ്ട്, വൈദ്യർ എഴുതിയ അറബി മലയാളമല്ല. അപ്പോൾ അദ്ദേഹം ഏറ്റം പൂകൾந்த പിറകാറ്റൽ നേബി തമയും ഊറ്റം സ്വാഹാബും റജായ് യഥമായ മന്നവനും അധികാരികൾ പലരും എതിരേറ്റ് കില്ലത കലായ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ നിയമങ്ങൾ കൊണ്ടുവന്നത് വൈദ്യരല്ല, വൈദ്യർക്ക് മുമ്പുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ തമിഴ് പുലവറാണ്, വൈദ്യരും പുലവറാണ്. ഇപ്പം കടായിക്കൽ സ്വാതന്ത്ര്യ സമര സേനാനി പുലവർ മൊയ്തീൻ കുട്ടി ഹാജിയാണ്, ശിശു ഹസൻ പുലവർ. അപ്പം തമിഴ് പുലവറിൽ നിന്നാണ് ഇങ്ങോട്ട് ഇത് കൈമാറിയത്. അപ്പം ഇവിടെ 3 ചിറ്റെഴുത്ത് ഹക്കാന എന്ന ഈശലിന്. അതുപോലെ എല്ലാത്തിനും ഉണ്ട്, കെസ് എഴുതുമ്പോഴും ഉണ്ട്. ഇപ്പം കെസ്സിൽ തന്നെ ഒരുപാട് വകഭേദങ്ങളുള്ള ഈശല. കെസ്, ചെമ്പകപ്പൂവ്, വാരിശാമലര്, മത്തിരക്കന്നി, മുട്ടുവിളി താളം, പദം, വൻപദം, വൻപദം ആദിതാളം. നേരത്തെ പാടിയതൊക്കെ വൻപദം ആദിതാളമാണ്. വമ്പുറ്റാം സാറലിയല്ല മുട്ടുവിളി താളമാണ്. വമ്പുറ്റാം സാറലിയല്ലൊക്കെ മുട്ടുവിളി താളം ഈശലുകളാണ്. അങ്ങനെ ഓരോ വകഭേദങ്ങളുള്ളൊരു ഈശലാണ്. കെസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരൊറ്റ ചരിത്രത്തിന് ഒരു ഈശലിലേക്ക് ചുരുക്കാൻ പറ്റും. മുത്തുക്കോയ തങ്ങൾ എഴുതിയ യൂസുഫ് കിസ്സ 100 ഈശലിന് ഒരു ഈശലിലേക്ക് ഞാൻ ചുരുക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കെസ് എന്തുകൊണ്ട് പഴയ കാലത്ത് ഇങ്ങനെ ഈ പാട്ടുകളൊക്കെ എടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സ്പേസ് ഉണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് പാടി തീരുകയും ചെയ്യും. അപ്പോൾ ഈ രചനാ നിയമങ്ങൾ ഉമറാൻ ലംബ എഴുതിയ ഇശൽ നിയമങ്ങൾ തന്നെയാണ് മോയിൻകുട്ടി വൈദ്യരും ഫോളോ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇശൽ അഗന്താർ, ഇശൽ ആരംഭ. ആരംഭ എന്നത് ഇശലിൻ്റെ പേരല്ല, ആരംഭ എന്നത് സക്കൂമിലെ പാട്ടാണ്. ആരംഭ വീരീദർ ഖാലിദെന്നോർ എന്ന പാട്ടിൻ്റെ അന്നത് ഫേമസ് ആയിരുന്നു. അതുകൊണ്ട് ആരംഭ എന്ന് ഈശൽ നാമകരണമായി കൊടുത്തു. ഇതൊക്കെ ബിരുത്തങ്ങളാണ്. ചെറുബിരുത്തം, കടുക് ബിരുത്തം, അതുപോലെ കടൽ ബിരുത്തം, കുനിച്ചിൽ ബിരുത്തം, ഇങ്ങനെയുള്ള ഒരുപാട് ബിരുത്തങ്ങളാണ്. ആ ബിരുത്തങ്ങളിൽ തന്നെ ഈരടി, മൂവടി, അങ്ങനെ 7ഓളം ഉണ്ട്. നമ്മളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഇമ്പമാർന്ന ഈരടികളോടെ. ഈരടി എന്ന് വെച്ചാൽ 2 അടിയാണ്.
അഹദോന്റെ തിരുനാമം കൊമ്പ് ഇശൽ, അത് മൂവടിയാണ്. ഓഷാകൾ 4 അടിയാണ്. 2 അടി, 2 അർദ്ധപാദങ്ങൾ ചേർന്നുള്ള ഒരു വരിയാണത്. അങ്ങനെ 4 വരിയാവുമ്പോൾ അത് ഒരു അടിയായി, ഒരു സ്റ്റാൻസയിലേക്ക് എത്തി. പിന്നെ മാനിതം കാല എന്ന് പറയുന്ന കുറുമൊഴികൾ എഴുതുന്നതുണ്ട്, മുറുക്കം പാട്ടുകൾ. ഇതിനൊക്കെ എല്ലാത്തിനും കറക്റ്റ് നിയമങ്ങളുണ്ട്. വൈദ്യർ ഇതിൻ്റെ നിയമങ്ങളെയും കാര്യങ്ങളെയും ഇപ്പം പ്രസിദ്ധീകരിച്ചിട്ട്, ഇത് ആധികാരികമായിട്ട് പണ്ടത്തെ കാലത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകം കിട്ടിയിട്ടില്ലെങ്കിലും വൈദ്യർ തൻ്റെ കൃതിയിൽ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ബഗകൾ മുത് നൂൽ ചിറ്റെഴുത്തും കമ്പി, വാലും തല ചന്തം കൂനിപ്പും തമ്പി, സകല കാവിരാജറീതിനെ പാർപ്പിൻ. അതായത് വൈദ്യർ പിൽക്കാലത്തുള്ള വരുന്ന കവികളോട് പറയുന്നതാണ് ഇതിനെ പിന്തുടരണമെന്ന്. കാരണം വൈദ്യർ അത് പിൻപറ്റിയിരുന്നു. അപ്പോൾ പിൻപറ്റിയത് ഉമറാൻ ലംബയുടെ ഒരു പുസ്തകം മാത്രമായിരിക്കില്ല, അന്നത്തെ കാലത്തുള്ള വേറെയും പിൻപറ്റിയിട്ടുണ്ടാവാം. ഇപ്പം ചേരൂർ പടപ്പാട്ട്, സാരസൽഗുണ തിരുതരുണമാല, അതും വൈദ്യർ കൃതികൾക്ക് മുമ്പുള്ളതാണ്. ആ കാലഘട്ടത്തിൽ വൈദ്യർ കൃതികൾക്ക് മുമ്പുള്ള കൃതിയാണ്. അവിടെയും ഇത് പാലിച്ചിട്ടുണ്ട്. അപ്പം ഓരോ ഇശലിനും അതിൻ്റെതായ പ്രാസദീഷ്ടകൾ പാലിച്ചെഴുതുന്നുണ്ട്. ഇപ്പം പ്രാസം പാലിക്കുക എന്നതൊഴിച്ച് മാപ്പിളപ്പാട്ടിൻ്റെ സാഹിത്യഭംഗിനെ ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം നേരത്തെ ഇവിടെ ജസ്റ്റ് ഞാൻ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, വേദന കൊണ്ട് പുളഞ്ഞു പുളഞ്ഞ വേദജ്ഞാനി, ആടി വേര് മറിഞ്ഞൊരു വൃക്ഷം പോലെ മറിഞ്ഞാനേ, ഹിന്ദപ്പോൾ ഒരു കത്തിയെടുത്ത് നെഞ്ചിൽ കേറി, ഇരുന്ന് ഈറ്റപ്പുലിയുടെ നെഞ്ചും കുടലും കൊത്തി കീറി. മലയാള സാഹിത്യമാണ്, മനസ്സിലായല്ലോ, ശുദ്ധ മലയാളം. ഇനി മാപ്പിള സാഹിത്യത്തിലേക്ക് പോകുമ്പോൾ ഫയ്യൽ ഹയ്യാത്ത് എന്ന് പറയുന്ന KC മുഹമ്മദ് കുട്ടി മൊല്ല രസംകൃതമാലയൊക്കെ എഴുതിയ മമ്പുറ്റാം സറലിള്ള എഴുതിയ അദ്ദേഹം ഒരു പാട്ട് എഴുതിയത് ഫേമസ് ആണ്, പാതന്തം തരുളംസ. അവിടെയും ഹംസറല്ലാന്നു ഷഹീദായതിനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. മത്തിര കുറേശിയിൽ വടുവനം വഹിഷി കണ്ടത്തിരമീകും തക്കമാനേ മുറ്റി, മാറ്റത്താൽ മീറുമിയാലേറി പറ്റി വലിയുള്ള ഊറ്റത്തിൽ മീകും ഷഹീദാമേ. ഇത് ശുദ്ധ മലയാളമല്ല, മാപ്പിള സാഹിത്യമാണ്. ഇത് രണ്ടും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊരു പാട്ട് കേട്ടിട്ടേ ഇതൊക്കെ ആയിരുന്നെന്ന് ഞാനും ചിന്തിച്ച്. വന്താറ പെണ്ടുടൽ, അങ്ങനെ വന്താറ പെണ്ടുടൽ വിണ്ടിട വിണ്ടിട, എന്ത് രചനകളാണ് ഇത്! ആൾക്കാർക്ക് മനസ്സിലാവാത്തൊരു സാഹിത്യമല്ല കേട്ടോ. 420 വർഷം എഴുതിയത് ഇപ്പോഴും മനസ്സിലാകുന്നില്ലേ? മുഹിയുദ്ദീൻ മാല മനസ്സിലാകുന്നില്ലേ? അത് മനസ്സിലാകുന്നതുകൊണ്ടല്ലോ ആത്മീയ പാത നിങ്ങൾക്കും തിരിഞ്ഞത് അല്ലേ? ഒരു ധാരണയുണ്ട്, എന്തെങ്കിലും ചവറ് സാഹിത്യം എഴുതിയാലും മാപ്പിളപ്പാട്ടാവുക. ശുദ്ധ മലയാളത്തിൽ മാത്രം ഒരു മാപ്പിളപ്പാട്ട് രചിക്കാൻ കഴിയില്ലേ? ശുദ്ധ മലയാളത്തിൽ ഇതിന് സാഹിത്യം എന്ന നിയമത്തിന് പുറത്താണത്. അത് മാപ്പിളപ്പാട്ടിൻ്റെ ഇശൽ സാഹിത്യം അതിന് പ്രധാന നിയമങ്ങളാണ്. അപ്പോൾ അത് മലയാള ഗാനത്തിലേക്കാണ്. അത് മലയാള ഗാനത്തിൽ മലയാള ഗാനത്തിനുണ്ടല്ലോ. അതിപ്പോൾ ഞാൻ ഈ സംഘടനയോട് മുമ്പും പറഞ്ഞതാണ്, മലയാള സാഹിത്യത്തിൽ എഴുതിയ മാപ്പിളപ്പാട്ടുകൾ വേദിയിലേക്ക് കൊണ്ടുവരണമെന്ന്. UK അബൂ സഹല, മറ്റേ മിന്നിത്തിളങ്ങും മിന്നാമിനുങ്ങ്, അത് മലയാള സാഹിത്യമല്ലേ? അദ്ദേഹം തന്നെയാണ് പുതുശതകത്തിൻ പുലരീത 15-ാം നൂറ്റാണ്ടിൻ്റെ കഥകിലിരുന്നൊരു ഗീതം ഞങ്ങൾ പാടുന്നേ, പുതിയ ശതാബ്ദം ഇസ്ലാമിൻ്റെതായി കതിരണിയട്ടെ, ശതകമതിന്ന് ഞങ്ങൾ സ്വാഗതമോതുന്നേ. കമ്പി ഇടക്കഴുത്ത് എല്ലാം പ്രാസം പാലിച്ചെഴുതിയ പാട്ടാണ്. പുണ്യനബിയുടെ ഹിജറ മുതൽക്ക് എണ്ണി വരുന്നീ ശതകങ്ങൾ, പുണ്യ എണ്ണി 14 പിന്നിട്ട് കഴിഞ്ഞാൽ ഗതിവേഗം അറിയും നമ്മൾ. 14 ഗതിവേഗം. ചിത്തമൊരുക്കി കാത്തിടുവാൻ ഹിജറത്തിലടങ്ങിയ പാഠങ്ങൾ, ചിന്തയൊരുക്കാം മാതൃകയാക്കാം അന്ത്യനബിയുടെ ത്യാഗങ്ങൾ, സാക്ഷാൽ ദീനിന്നുറവുള്ള മേച്ചിമ്പുറമെന്നറിവുള്ള ദിക്ക് മദീനത്തേക്കു ഗമിക്കാൻ മക്കമിൽ നിന്നും ഇറങ്ങി തിരിക്കാൻ. ഈ പാട്ട് ഈ മലയാള സാഹിത്യത്തിലെ നല്ല മാപ്പിളപ്പാട്ടുകൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ എന്ത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകാത്ത രീതിക്ക് എഴുതിയാലേ മാപ്പിളപ്പാട്ടാവും എന്നുള്ള ചില കവികളുടെ വാശിയും. പിന്നൊന്ന് മാപ്പിള സാഹിത്യം ഇതിലേക്ക് ഒരു പാട്ടാണെങ്കിൽ, മാപ്പിളപ്പാട്ടെന്ന് വെച്ചാൽ ആ വഴിദൂരം പിന്നിട്ട് വരുമ്പോൾ പല പരിഷ്കാരങ്ങളും വന്നിട്ടുണ്ട്, ഭാഷാപരമായ പരിഷ്കാരം വന്നിട്ടുണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. ഇപ്പം നാളെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു 50 വർഷങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും മാറ്റങ്ങൾ വരും. എങ്കിലും അതിൻ്റെ അസ്തിത്വം ട്രഡീഷണൽ മാപ്പിളപ്പാട്ടിൽ നിലനിന്നുകൊണ്ട് തന്നെ പുതിയ തനിമ ചോരാതെ പുതിയ രചനകൾ വരണം. ഞാൻ ചോദിച്ച ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഒരു മാപ്പിളപ്പാട്ട് രചന നിർവഹിക്കുന്ന ആളുടെ മുന്നിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാവുന്ന നിബന്ധനകൾ, അതിൻ്റെ നിയമങ്ങളൊന്ന് ക്രോഡീകരിച്ച് പറയാൻ കഴിഞ്ഞാൽ
കുറച്ച് ആളുകൾക്ക് ഈ മേഖലയിൽ കടന്നു വരാൻ ഒന്ന് അതിന് ഇശൽ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നേരത്തെ പറയുന്നതാണ് ഇശൽ 1, സാഹിത്യം 2, പ്രാസം. ഇത് 3 വിഷയമാണ് മാപ്പിളപ്പാട്ടിൽ പാലിക്കേണ്ടത്. ഇശൽ എന്ന് പറയുന്നത് പൂർവികർ എഴുതി വെച്ച പാട്ടുകളുടെ ഇശലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ മോയിൻകുട്ടി വൈദ്യർ എഴുതിയത് സക്കും പടപ്പാട്ടിലെ ഇശലാണെന്ന് പറഞ്ഞല്ലോ. എന്നതുപോലെ തന്നെ ഇപ്പോൾ മോയിൻകുട്ടി വൈദ്യരുടെ ഹക്കാനെ അതൊരു ഇശലാണ്. ഇപ്പോൾ നമുക്കൊരു പുതിയ ആൾക്ക് എഴുതുകയാണെങ്കിൽ ഇശൽ ഹക്കാനെ എന്ന് പറഞ്ഞിട്ട് ഹക്കാനെ കോനമറാലിൻ്റെ അളവിൽ എഴുതാം. അതേപോലെ തന്നെ ഇശൽ കപ്പപ്പാട്ട് അണവാക്കി റൂഹുൽ അമീൻ തൻമോളിയ വൈദ്യരുടെ പാട്ടാണ്. അത് കപ്പപ്പാട്ടാണ് ഇശൽ. ഇപ്പോൾ നീ പുതിയൊരാൾ ഞാനൊരു പാട്ട് എഴുതുകയാണെങ്കിൽ ഇശൽ കപ്പപ്പാട്ട് അല്ലെങ്കിൽ ഇശൽ അണവാഗി എഴുതാം. ഇശൽ അണവാഗി എന്ന് പറഞ്ഞിട്ട് മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടിൻ്റെ വരിയുടെ തുടക്കം എടുത്തിട്ട് ആ പേരിൽ ഇശൽ എഴുതാം. ഇതാണ് ഇശൽ എന്ന് പറയുന്ന സാധനം. പ്രധാനമായും ഇപ്പോൾ പാലിക്കപ്പെടാതെ പോകുന്ന സാധനം ഇശലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭാഷ സാഹിത്യം പലപ്പോഴും പദങ്ങൾക്ക് വേണ്ടിയെങ്കിലും കുറേ പദങ്ങളെ പുതിയ രചയിതാക്കൾ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. കുറേ സംഭവങ്ങൾ ഇപ്പം നേരത്തെ മാഷ് പറഞ്ഞതുപോലെ തന്നെ കുറേ ചട്ടപ്പെട്ട സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. എന്താണ് അതിൽ പറഞ്ഞതെന്ന് ചോദിച്ചാൽ പാടിയോർക്കും എഴുതിയോർക്കും കേട്ടവർക്കും ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ ഉണ്ട്. വൈദ്യരുടെ പാട്ടുകളൊക്കെ മനസ്സിലാകുന്നതാണ്. വൈദ്യർ എഴുതിയുള്ളത് കുതിരത്താളത്തിൽ എഴുതിയത് പടയുടെ രംഗത്ത് എഴുതിയ കുറേ സാധനങ്ങളുണ്ട്. യുദ്ധം ഓടുന്നതും യുദ്ധം ചെയ്യുന്നതൊക്കെ കുറേ സാധനങ്ങളുണ്ട്. അവിടെ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് വൈദ്യർ. പുകിന്താറ് രൂപേരും മതീഷണത്തിൽ പുകഴും ഹബീബുള്ള തിരുമുമ്പത്തി. ആ സമയത്ത് ബഹുമാനപ്പെട്ട സവാദർ ഉബൈദ് റളിയല്ലാഹുവിന്റെ രംഗം വിശദീകരിച്ചു കൊടുത്തത് ആ രീതിയിലാണ് ഇതിലുള്ളത്. നിബിത്തങ്ങൾ പുറപ്പെടുന്നത് ബദറുൽ ഹുദാ യാസീൻ നബി ഖറജായ നേരം, അങ്ങനെയാണ് ഇതിലുള്ളത്. വിഷയത്തിനനുസരിച്ചാണ് പദങ്ങളും ഇശലും പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇശൽ എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ പല രചയിതാക്കളും ഏതൊക്കെയോ ഇശലുകളുടെ പേര് പറയും, വേറെന്തൊക്കെയോ പാടും, വേറെന്തൊക്കെയോ എഴുതും. ഈ രീതിയിലുണ്ട്. ഇശൽ പാലിക്കപ്പെടേണ്ട ഒന്നാണ്. മറ്റൊന്ന് സാഹിത്യം. നേരത്തെ പറഞ്ഞല്ലോ, അറബി മലയാള സാഹിത്യം എന്ന് പറയുന്ന പൂർവികർ പാലിച്ചു പോന്ന, ഇത് എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ പൂർവികർ പാലിച്ചു പോന്ന എന്ന് തന്നെയാണ് അതിൻ്റെ മറുപടി. നിങ്ങൾ പറയുന്ന നിയമങ്ങൾ എവിടെ ഉള്ളത് എന്ന് ചോദിച്ചാൽ പാലിച്ചു പോകുന്നത്, അത് തന്നെയാണ് മറുപടി. പാലിച്ചു പോരുക എന്നുള്ളതാണ് പൈതൃകം, അതാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അതാണ് അതിനുള്ള മറുപടി. മറ്റൊന്ന് പ്രാസഭംഗിയ. കമ്പി എന്ന് പറയപ്പെടുന്നൊരു പ്രാസം അതിപ്രധാനമായ പ്രാസമാണ്. ആദ്യാക്ഷര പ്രാസം, വാൽക്കമ്പി, അന്ത്യാക്ഷര പ്രാസം. വാലുമ്മൽ കമ്പി എന്ന് പറയുന്നൊരു രീതിയിൽ നിർബന്ധമായി അല്ലെങ്കിലും ആശയം ആ രീതിയിൽ യോജിക്കുമ്പോൾ വൈദ്യരുടെ പാട്ടുകൾ ഒന്ന് അവസാനിച്ചാൽ അടുത്ത പാട്ട് തുടങ്ങുന്നത് അതിൻ്റെ തുടക്കത്തിൽ നിന്നായിരിക്കും, അവസാനിപ്പിച്ചിട്ടൊന്നായിരിക്കും. ഒരു വരി അവസാനിച്ച് ആ അവസാനിച്ച വാക്ക് കൊണ്ട് തുടങ്ങുന്നതിനാണ് വാലുമ്മൽ കമ്പി എന്ന് പറയുന്നത്. ഉദാഹരണം ഇപ്പം പാടാം. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ബദറുൽ ഹുദാ യാസീന എന്ന പാട്ട്. ആ പാട്ടിനേക്കാളും മുമ്പ് ആ പാട്ട് അവസാനിക്കുന്നത് ഹറജൊട് ഷഹീലീടൈ തിരുനബി തങ്ങൾ ഷഹറുകളിൽ ഓരീശമികും റമലാനീരാറും ഷറഫുടയേ തിങ്കൾ യൗമിനിലരികോരും ഹറജൊട് ഷഹീലരുന്നല്ലീടൈ തിരുനബി തങ്ങൾ. അവിടെ അവസാനിക്കും തങ്ങൾ സ്വഹാബാരും എഴുന്നള്ളും മാതൃപം എന്താം ഉഗമാ തന്നവനോട് വിടുവാർച്ചു ചന്തതിൽ തിന്നമെ തെളിവൊളിവായി വന്നതിൽ വിണ്ണുരഭുവനി ഹക്കീക്കിൽ ബന്ദിടൈ സൈറായ താരൂ നിന്നും ഊലൈഫർ തെണ്ടേ തലമിലെ പാർത്താല വിടന്തനു ഷിന്തു മുതിർന്നു മുളർന്നിടുവാർ. ഇത് വാലുമൽ കമ്പി. ഇപ്പൊ ഇബ്രാഹിം അദ്ഹമിൽ വളരെ ഫേമസ് ആയ പാട്ടാണ്. ഇത് വിധം ചെയ്തിടുവാൻ എന്ത് സബബതുക്ക് ജവബാ. ഈ പാട്ട് അവസാനിപ്പിക്കുന്നത് മനസ്സിലുള്ള മുഷിപ്പകറ്റി സുഖപ്പെടുത്തി തരണം, അടുത്ത പാട് തരണം വീതാവോരെ ലോഴികൈ തനത്തിലാരും എനിക്കില്ലല്ലോ. ഉദാഹരണം. ഇത് ഇവിടെ ഈ പാട്ടും തീരുന്നത് കിട്ടിപ്പീടിച്ചോരെ പൊട്ടിക്കാരഞ്ഞവർ ചൊല്ലിടുന്നെൻ്റെ അബുവാണോരേ അബുവാണോറപ്പൾ ജവാബ് മകനിലേളെ. ഇത് ഇങ്ങനെ പാലിക്കപ്പെടൂ. കെസ് എന്ന ഇത് എഴുതുമ്പോൾ അവിടെയും മാലുമ കമ്പി പാലിക്കുന്നുണ്ട്. ഇപ്പം അണവാക്കിയില്ലേ, അണവാക്കി ആദ്യത്തെ 4 അടി തീരുന്നത്
താവൂസുല്ലം ലാ കുഴർന്തണ്ടമേറി. ഇതൊരേ പാട്ടിൻ്റെ ഉള്ളിലാണ്. ഏറിയ പോത സിഹാബോരിലുത്ത് ഏകന്നവർ കേട്ടടവേ മുതിർത്ത് ആരെ തനിക്കും നബിയും ഒരുങ്ങി ആശി തെളിന്തരികോരും മരുങ്കി. എറിയ അതേ ദ്വിതീയ അക്ഷരപ്രാസം വീണ്ടും കൊടുത്ത് കൂറാലുളർന്തേ സ്വഹാബാകെ കന്നം കുല്ലും റുസുൽകൾ ഒരു മിത്തയെന്നം മാറാതവർകൾ മുഹാജിറുകളാഹ മറ്റാകെ അൻസാറുകളാകും കസംഹ. അങ്ങനെ കറക്റ്റ് പാലിച്ചുകൊണ്ട് വരികയാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് അത് അങ്ങനെ 3 കാര്യങ്ങൾ: പ്രാസഭംഗിയും, കമ്പി, കഴുത്ത്, കമ്പി, വാൽക്കമ്പി, വാലുമ്മൽ കമ്പി, കഴുത്ത്. കഴുത്ത് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ദ്വിയാക്ഷരപ്രസം. ആദ്യത്തെ ഏറ്റവും ചുരുങ്ങിയത് ഈ 4 അടി ഒരു പാട്ടിലുണ്ടെങ്കിൽ ആദ്യത്തെ അടിയിലെ 2ാമത്തെ അക്ഷരവും 2ാമത്തെ അടിയിലെ ആദ്യത്തെ വരിയിലെ 2ാമത്തെ അക്ഷരവും ഇങ്ങനെ തുടർന്നു പോകുന്ന രീതിയിലെങ്കിലും അതിൻ്റെ കഴുത്ത് പാലിക്കണം. ഇതാണ് അതിൻ്റെ മാപ്പിളപ്പാട്ട് എഴുതുന്നവരോട് പറയാം. ഇശൽ നിർബന്ധമായിട്ടും പാലിക്കപ്പെടണം. ഇശൽ പാലിക്കപ്പെടാത്ത പാട്ടുകളാണ് പലപ്പോഴും കാണുന്നത്. അതോടൊപ്പം മാപ്പിളപ്പാട്ടുകൾ ട്യൂൺ ചെയ്ത് കൊടുക്കും. വൈദ്യരുടെ അടക്കമുള്ള മാപ്പിളപ്പാട്ടുകൾ ട്യൂൺ ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട്. ഈ ട്യൂൺ ചെയ്യുന്നവർ വരി മുറിച്ചുകൊണ്ട്, ഇശൽ എന്ന് പറയപ്പെടുന്നത് ആലാപനത്തിനും വേണം, എഴുത്തിൽ മാത്രമല്ല. എങ്ങനെയാണോ എഴുതി വെച്ചിട്ടുള്ളത് ആ മീറ്ററിലായിരിക്കണം പാടുന്നത്. ട്യൂൺ നിങ്ങൾക്ക് എങ്ങനെയും പാടാം, മാറ്റാം. ആകർഷണീയമായ ട്യൂണിലേക്ക് മാപ്പിളപ്പാട്ടിനെ മാറ്റി പാടാം. പക്ഷേ ഒരു വരിയാണെങ്കിൽ ആ ഒരു വരിയായി തന്നെ നിലനിൽക്കണം. നിങ്ങൾ ട്യൂൺ ചെയ്യുമ്പോൾ ആ ഒരു വരിയായി തന്നെ നിലനിൽക്കും. ഒരു വരി 2 വരിയാവാൻ പാടില്ല. മുറിച്ച് കൊണ്ട് ട്യൂൺ ചെയ്യരുത്. അത് നിയമത്തെറ്റാണ്. കാരണം ഇതിനൊരു കമ്പിയും കഴുത്തൊക്കെ ഉണ്ട്. നമുക്ക് കേട്ടാൽ അറിയാം. ചില മത്സരാർത്ഥികൾ പാടുമ്പോൾ അറിയാം, വൈദ്യുത പാട്ടായിരിക്കും, പക്ഷെ കമ്പി കാണൂല, കഴുത്ത് കാണൂല. അപ്പം എന്താ സംഭവം? ഇതിൻ്റെ വരി മുറിച്ചതായിരിക്കും ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈണവും അത് നിർബന്ധമായിട്ടും ചെയ്യണം. ഈണമെന്ന് പറയുന്നതും പാലിക്കപ്പെടേണ്ടതാണ്, ശ്രദ്ധിക്കപ്പെടേണ്ടത്. കാരണം മനോഹരമാക്കാൻ വേണ്ടി നമുക്ക് എല്ലാ ഈണങ്ങളും മാപ്പിളപ്പാട്ടിന് സ്വീകരിക്കാൻ പറ്റില്ല. പണ്ടാരോ പറഞ്ഞതുപോലെ 6 അടി മണ്ണ് കുഴിച്ചൊരു കബറുണ്ടാക്കി എന്ന് പറയുമ്പോൾ ആ സദസ്സ് നൃത്തം ചെയ്യണില്ല. അങ്ങനെയാണല്ലോ, വിഷയം കബറാണ്. അതുകൊണ്ടാണ് കത്തുന്ന കർബയിലേക്ക് ചില ആൾക്കാർ ഡാൻസ് കളിച്ചു പോകുന്നത്. ആണ് ചെയ്യേണ്ടത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട വിഷയം. അങ്ങനെ ഈണത്തിലേക്ക് വരുമ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ശരിക്ക് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടിൻ്റെ അളവുകോലാണ് ഇശൽ. ഇശൽ എന്ന് വെച്ചാൽ വൃത്തം തന്നെയാണ്. മലയാളത്തിലൊക്കെ ഉണ്ടല്ലോ ചായൽ നട, ഇങ്ങനെയൊക്കെ പേരുള്ള അതിൻ്റെതാണ് നമ്മുടെ ഈ മാപ്പിള സാഹിത്യത്തിൽ. ഇപ്പോൾ തൊങ്കൽ, അകന്താറ്, ഇരട്ടത്തൊങ്കൽ, ഒപ്പനത്തൊങ്കൽ, ചായ്പ് തൊങ്കൽ, ഇങ്ങനെ ഒരുപാട് പേരിലുണ്ട്. എല്ലാ ഈശലിനും ഇപ്പം കമ്പി, കഴുത്ത്, വാൽക്കമ്പി, വാലുമ കമ്പി ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ വേറെ ചില ഡേഞ്ചർ ഇശലുകളാണ് കെസ് പോലെയുള്ള. അതിന് ഇടക്കഴുത്ത് വരും. അതായത് ജന്നാത്തുൽ ഫിർദൗസിലിരിക്കും ക്ഷേമക്കിരികിടരാകിയ 313 മുർസലീങ്ങൾ, ഒരൊറ്റ വരിയാണ് ജന്നാത്തിൽ 300. അതും പാലിപ്പിക്കപ്പെടും. അത് ഒരാൾ എഴുതി വെച്ചതിൻ്റെ അല്ല ആധികാരിക. ഈ ആധികാരിക എന്ന് എല്ലാവരും എഴുതി വെച്ചത് ഇങ്ങനെയാണ്. അതായത് മുത്തു മുഹമ്മദ് മുസ്തഫ താഹ തൻ്റെ പദവികൾ മെത്തവർ ഉത്തമരായ സഹാബുകൾ അമ്പതിരീങ്ങളെ ആലിക്കുട്ടി ഗുരുക്കളാണ് എഴുതിയത്. അപ്പോൾ ഇതിൻ്റെ പ്രാസനിഷ്ഠകൾ പാലിക്കേണ്ട. ചിലയിടത്ത് ഇടക്കഴുത്ത് പാലിക്കും, ചിലപ്പോൾ ഒറ്റക്കമ്പി, ഇരട്ടക്കമ്പി, മുക്കമ്പി, അങ്ങനെയുള്ള കമ്പി 3 പാലിക്കലുണ്ട്. നമ്മളിപ്പോൾ പ്രാസം മാത്രം നമുക്കൊരു ദിവസം പറയേണ്ടി വരും, ഇശല് മറ്റൊരു ദിവസം പറയേണ്ടി. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഇപ്പോൾ ഞാൻ ഒരു അഭിപ്രായം കൂടി പറയാം. ഇപ്പോൾ നമ്മൾ ട്രഡീഷണൽ ടൈപ്പിലുള്ള പാട്ടുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഒരല്പം നമ്മൾ മലയാള പാട്ടുകളെ കുറിച്ചും കൂടി പറയേണ്ടതുണ്ട്. ജനകീയമായ കുറേ പാട്ടുകൾ. ഇപ്പം നമ്മൾ പുതിയ മാപ്പിളപ്പാട്ട് രചനകളെ കുറിച്ച് പറഞ്ഞല്ലോ. പറഞ്ഞ കാര്യങ്ങൾ സംഗ്രഹിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം അതിൽ പറയാനുള്ളത്, പുതിയ എഴുത്തുകാർ നമുക്ക് വരണം. ഈ പുതിയ എഴുത്തുകാർക്ക് നല്ല പദസമ്പത്ത് വേണം. നമുക്ക് എല്ലാ കവികളും മലയാള സാഹിത്യത്തിലായാലും എല്ലാ സാഹിത്യത്തിലും കവികൾക്ക് സർഗാത്മകമായ സിദ്ധിയോടുകൂടെ തന്നെ പദസമ്പത്തിൻ്റെ ഒരു പാണ്ഡിത്യം വേണം. അപ്പം നമ്മളൊരു പുതിയ മാപ്പിളപ്പാട്ട് ഒരു 5 പാട്ടെടുത്ത് കഴിഞ്ഞാൽ ഭംഗീശം കാണാത്തൊരു പാട്ടുണ്ടാവില്ല. 5 ഭംഗീശം ഇങ്ങനെ കുറച്ച് അപ്പം ഒരു 4-5 പാട്ടുകൾ എടുക്കുക, അന്ന് കുറച്ച് പദങ്ങൾ എടുക്കാം. പിന്നെ പ്രാസം സർഗാത്മകമായിട്ട് വരുന്ന പ്രാസമല്ല, പ്രാസം ഒപ്പിക്കുകയാണ്, കഴുത്ത് ഒപ്പിക്കുകയാണ്, ഒക്കലാണ്. പിന്നെ അതെ, ചാട്ട് ഇടമുറക്കം എന്നൊക്കെ പറയാന്നല്ലാതെ ഇതെന്താണ് ചാട്ട്, നമ്മൾ ചാട്ട് നോക്കിയാൽ കാണുക, ചിലപ്പോൾ അതിൻ്റെ അകത്തുണ്ടാകും. അപ്പോൾ ഉസ്താദ് പറഞ്ഞൊരു കാര്യം, ഇപ്പം ഞാൻ ആലാപനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾക്ക് വളരെ മനോഹരമായിട്ടൊരു മത്സരവേദിയിലാണല്ലോ ഇപ്പം മാപ്പിളപ്പാട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അധികവും. അപ്പം ഈ മത്സരവേദിയിലൊക്കെ നമ്മളൊരു ഒരു വിധികർത്താവായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സങ്കടം തോന്നുന്നൊരു കാര്യമാണ് ഉസ്താദ് നേരത്തെ പറഞ്ഞ കാര്യം. അതായത് എല്ലാത്തിലും വളരെ പുരോഗമനമായ കാര്യങ്ങൾ വരണം. അപ്പം അത് ട്യൂൺ ചെയ്യുന്ന കാര്യത്തിൽ എല്ലാത്തിലും വരണം. പക്ഷെ അത് അതിൻ്റെ ഭാവത്തിന് ഉതകുന്ന രീതിയിലായിരിക്കണം. അപ്പം വമ്പുറ്റ ഹംസ റളിയല്ലാഹു അപ്പം
പല റെക്കോർഡിങ്ങുകൾ നിങ്ങൾക്ക് കേൾക്കാം. ചില റെക്കോർഡിങ്ങിൽ കേൾക്കാം, വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ. വെല്ലുവിളിയാണത്. വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ. ആ ടേ വെക്കുന്നത് പോലും വെക്കേണ്ട രൂപത്തിൽ വെക്കണം, അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ഭാവം പോയി. അതുപോലെ അതിൻ്റെ ഇതിവൃത്തത്തിന് അനുസരിച്ചിട്ടുള്ള പദങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പം ഈ പദസമ്പത്ത് ഇപ്പോൾ നേരത്തെ ഇബ്രാഹിം വലതും റസാൻ്റെ ചരിത്രം പറഞ്ഞ പോലും ഒരു പാട്ടിന് അടുത്ത പാട്ടിലേക്ക് വരുമ്പം അടുത്ത പാട്ടിന് ഉതകുന്ന പദങ്ങൾ മാത്രമേ അവിടെ പ്രയോഗിക്കുന്നുള്ളൂ. അപ്പം ഈ പാട്ടെഴുത്തുകാരനും ഈ പാട്ടിൻ്റെ ഭാവത്തിനെക്കുറിച്ചും ഈ പാട്ടിൻ്റെ ഈണത്തിനെക്കുറിച്ചും ഒരു ധാരണയുണ്ട്. അതല്ലാതെ ഒരു മ്യൂസിക് ഡയറക്ടർ പറയുന്ന രീതിയിൽ പാട്ടിനെ മുറിച്ച് ഒപ്പിച്ചെഴുതുന്നതാണ് ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ്. ഇപ്പൊ ട്യൂൺ സംവിധായകൻ പാട്ട് എഴുതുന്ന ആള് ട്യൂൺ ചെയ്യുന്ന ആളുകളെ കൊണ്ട് ട്യൂൺ ഇട്ടിട്ട് ആ ട്യൂണിന് പാട്ട് എഴുതുന്ന രീതി പോലും തന്നെ നിൽക്കുന്നു. മാപ്പിളപ്പാട്ടിനെ ഒരിക്കലും രീതികരിക്കാനാവാത്ത സംഭവമാണ്. ഇശൽ എന്ന് പറയപ്പെടുന്നത് പൂർവികരെ ഉണ്ടാക്കി വെച്ചതോ, ആ ഇശലിലെ എഴുതാവോ, ട്യൂൺ നിങ്ങൾ പിന്നെ ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ ട്യൂൺ ഇട്ടിട്ട് അതിന് പാട്ട് എഴുതുന്ന അത് ആ രീതിയിൽ പോലും ഉണ്ട്. ഇപ്പോൾ വളരെ ഫേമസ് ആയ പാട്ടാണല്ലോ. ഇപ്പോൾ ഒരു ഇശൽ എന്ന് വെച്ചാൽ ഒരുപാട് ഈണങ്ങളിൽ ആലപിക്കാൻ പറ്റുന്ന മാപ്പിളപ്പാട്ടിൻ്റെ ഒരു അളവുകോലാണ്. നിങ്ങൾ ഈ മമ്പുറപ്പു മക്കാമിൽ എന്ന പാട്ട് കേട്ടിട്ടില്ലേ? അതേ അളവിലാണ് ബദറുൽ മുനീറും തോഴിയും പി.ടി. അബ്ദുറഹ്മാൻ സാഹിബ് എഴുതിയ. അദ്ദേഹം തന്നെ പിന്നെ ലൈല മജ്നൂവിൻ നാട്ടിൽ ഇതും മമ്പുറപ്പു മക്കാമിൽ ഒന്ന് തന്നെയാണ്. വലിയൊരു ഫേമസ് ആയ ഒരു പാട്ടുണ്ട്. നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കൂല ആ പാട്ട് ഈ അളവിലാണെന്ന്. നമ്മൾ ഖൈറുൽ ബറായ സയ്യദി കരുണക്കടൽ മുഹമ്മദി, ഇതും ഈ പാട്ടിനെ ഖൈറുൽ വറായ സയ്യദി കരുണക്കടൽ മുഹമ്മദി അർവാഹുകൾ കദീപതി അഷ്റഫുൽ ഖൽഖാം നബി. ഈ പാട്ടിന് ആലിക്കുട്ടി ഗുരുക്കൾ എഴുതിയത് മാനിതങ്കാല എന്ന ഇസലാണ്. ഇനി പിൽക്കാലത്ത് ആര് ഏത് ഈണം കൊടുത്തു കഴിഞ്ഞാലും അത് പിറവിയെടുത്തൊരു സ്ട്രക്ചർ ഉണ്ട്. അത് അതിൽ നിന്ന് പുറത്തു പോവില്ല. ഇപ്പം നിങ്ങളൊരു മാപ്പിള പാട്ട് എഴുതി, നിങ്ങൾക്ക് ഇശലിനെ കുറിച്ച് അറിയില്ല, ആ പാട്ടിനൊരു ഇശലുണ്ടാവും, ആ ഇശലിനൊരു പേരുണ്ടാവും. ഞാനൊരു ഈണം നൽകി പുതിയ പാട്ടിന്, ആ ഈണത്തിന് ഒരു രാഗം ഉണ്ടാവും, ആ രാഗത്തിനൊരു പേരുണ്ടാവും. എനിക്ക് ശാസ്ത്രീയത്തെക്കുറിച്ച് അറിയണമെന്ന് വിചാരിക്കില്ല, ഒന്നും എനിക്കറിയുന്നുണ്ടാവില്ല. പക്ഷേ അത് അവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. അദൃശ്യമായിട്ട് നമ്മളെ പഴയകാല പൂർവ്വകാല സൂരികൾ എഴുതി വെച്ചതും പാടി വെച്ചതും നമ്മുടെ അദൃശ്യമായി സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ഇശലിൻ്റെ പേര് പല പേരിലും ചവിട്ടിക്കൂട്ടി നടുമുറുക്കോ, തിരിഞ്ഞു മറിഞ്ഞ് ഇടമുറുക്കോ, ഇങ്ങനെയൊക്കെ തലകുത്തി എന്നാണ്. ഇനിയിപ്പോൾ ഇശലിൻ്റെ കുറേ കാര്യം, ഇശൽ നൈറ്റ്, ഇശൽ ഗുഡ് നൈറ്റ്, നട്ടുച്ച, ഇങ്ങനത്തെയൊക്കെ പേരിടൂ. എന്താണ് ഇശൽ എന്നുള്ളത് ഇന്നും ക്ലിയർ ആയിട്ട് അറിയില്ല. മാപ്പിളപ്പാട്ടിൽ തന്നെ 5ഉം 10ഉം 6ഉം പതിറ്റാണ്ടൊക്കെ പൂർത്തിയാക്കിയ ആൾക്കാർ ഇന്നും വിചാരിച്ചേക്കുന്നത് ഇശലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈണമാണെന്നാണ്. ഇശൽ ഈണമല്ല, ഇശൽ വൃത്തമാണ്. മാപ്പിളപ്പാട്ടിൻ്റെ വൃത്തമാണ്. ഇശലിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് ഓരോ ഇശൽ എഴുതുമ്പോൾ എങ്ങനെയാണെന്നുള്ളതിന്. ഇത് കേവലം 1-2 ആൾക്കാരുടെ രചനയെ കണ്ടിട്ട് പറയുന്നതല്ല. ഇപ്പം നിലവിൽ കയ്യിൽ 100ഓളം പുസ്തകമുണ്ട്, അറബി മലയാളം പുസ്തകം, അവിടെയൊക്കെ പാലിച്ചു പോന്നിട്ടുണ്ട്. പക്ഷെ ഖണ്ഡകാവ്യങ്ങൾ രചിക്കുമ്പം ചിലയിടത്ത് എല്ലായിടത്തും നിങ്ങൾക്ക് വാലുമ കമ്പി പാലിച്ച് കാണാൻ പറ്റൂല. ഖണ്ഡകാവ്യങ്ങൾക്ക് ഇളവുകളുണ്ട്. നമ്മൾ ഈ വിഷയങ്ങൾ പുതിയ എഴുത്തുകാർ ശ്രദ്ധിക്കണം. തീർച്ചയായും. ഞാൻ ഇസ്ലാമിക ഗാനങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഗാനങ്ങൾ എന്ന് പറഞ്ഞ് പൊതുവിൽ പോകുന്ന ആ മേഖലയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചോദിക്കുന്നത്, പൊതുവിൽ നമ്മുടെയൊക്കെ മത്സരവേദികളിലൊക്കെ എത്തുന്ന കുട്ടികളുടെ ഒരു ധാരണ ഈ മോയിൻകുട്ടി വൈദ്യർ അല്ലെങ്കിൽ ആ തലമുറയിൽപ്പെട്ട ആളുകൾ എഴുതി വന്നത് മാത്രമാണ് മാപ്പിളപ്പാട്ട് എന്നുള്ളതാണ്. ഇക്കാലത്തും ഈ നിബന്ധനകളൊക്കെ പാലിക്കപ്പെട്ട് പാട്ടുകൾ ഉണ്ടാവുന്നില്ലേ? അങ്ങനെയുള്ള 1-2 പാട്ടെഴുത്തുകാരെ കുറിച്ചുകൂടി പറഞ്ഞു നോക്കി ഈ ഭാഗം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. പുതിയ എഴുത്തുകാർ ഇപ്പോൾ OM പുതിയ കാലത്തെ എഴുത്തുകാരിൽപ്പെട്ട OM കരുവാരക്കുണ്ട് പുതിയ കാലത്തെ എഴുത്തുകാരിൽപ്പെട്ട ഒരാളാണ്. ധാരാളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ വൈദ്യർ പാലിച്ചു പോകുന്ന രീതിയിൽ എല്ലാവർക്കും എഴുതാൻ പറ്റും. അത് എഴുത്തുകാരാണോ അവർക്ക് എഴുതാൻ കഴിയും. ഇപ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആലാപന സൗന്ദര്യം ഉണ്ടാവണം എന്നുള്ളൊരു രീതി. മാപ്പിളപ്പാട്ടിന് ആലാപന സൗന്ദര്യത്തിന് വേണ്ടി വൈവിധ്യങ്ങളെ, ഈ ട്യൂണുകളിൽ വൈവിധ്യങ്ങൾ കൊണ്ടുവരുമ്പോൾ, ആ ട്യൂണുകളിൽ വൈവിധ്യങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് ഇശൽ കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി എഴുതേണ്ടി വരികയാണ്. നേരത്തെ മാഷ് പറഞ്ഞതുപോലെ വ്യത്യസ്തമായ ഇശലുകൾ ആളുകൾ പറയുന്നുണ്ട്, പക്ഷെ ആ ഇശലാണോ ഇത് എന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ മീറ്റർ വ്യത്യാസം നമുക്ക് തോന്നുന്നത്. ട്യൂണിൻ്റെതല്ല ഇവിടുത്തെ വിഷയം. അപ്പോൾ പുതിയ എഴുത്തുകാരായ ആളുകൾ ധാരാളം വരുന്നുണ്ട്, ധാരാളം പാട്ടുകൾ എഴുതുന്നുണ്ട്. അതിൽ
നിയമമൊത്തതും പരിപൂർണമായി നിയമത്തിനോട് യോജിച്ച് പൂർണ്ണമായി നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതും എല്ലാമുണ്ട്. പൂർവികരായ ആളുകൾ എഴുതി വെച്ച പാട്ടുകൾ തന്നെ കുട്ടികൾ സെലക്ട് ചെയ്യുമ്പോൾ പുതിയ പാട്ടുകളായാൽ മതി. അതായത് വൈദ്യുതി പഴയ പാട്ടാണ്, പക്ഷെ ആലാപനത്തിൽ പുതിയത്, മത്സരത്തിന് എത്താത്ത ധാരാളം പാട്ടുകൾ ഇന്നും വൈദ്യരുടെ ഏടുകളിലുണ്ട്. വൈദ്യരുടെ ഒരുപാട് പടപ്പാട്ടുകൾ, ധാരാളം പാട്ടുകളുണ്ട്. അതെല്ലാം സെലക്ട് ചെയ്ത് വരികയാണെങ്കിൽ എപ്പോഴും ആരെ എഴുതിയാലും, ഇപ്പോൾ നമ്മൾ കണ്ടിടത്തോളം കേട്ടിടത്തോളം ആരെഴുതിയാലും മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ പ്രയോഗങ്ങൾ, ഭാഷാരീതികൾ അദ്ദേഹം ഒരു മത്സരത്തിന് വേണ്ടി എഴുതാത്തത് കൊണ്ട്, ഒറ്റപ്പാട്ടുകൾ എഴുതിയിട്ട് മത്സരത്തിന് വേണ്ടി എഴുതുന്ന രീതി ആയതുകൊണ്ടാണ് പലപ്പോഴും ഈ കാവ്യശാഖക്ക് ഇങ്ങനൊരു അപജയം സംഭവിക്കാനുള്ള കാരണം എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് പാട്ട് എഴുതി കൊടുക്കുന്ന രീതി, നേരെ മറിച്ചൊരു ചരിത്രം ക്രോഡീകരിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് എഴുതി വെക്കുമ്പോൾ അതിൻ്റെതായ. ഓക്കെ, ഇനി നമ്മൾ ഈ അടുത്ത ഞാൻ പറഞ്ഞ മുസ്ലിം ഗാനങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ അബൂ ഫിദത്ത് അനാലൂർ 1000-ലേറെ മദ്ഹ് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ മദ്ഹ് ഗാനങ്ങളൊക്കെ വരുന്നത് ഈ ഇസ്ലാമിക ഗാനങ്ങൾ എന്ന് പറയുന്ന ആ മേഖലക്കകത്തല്ലേ വരുന്നത്? അവിടെ എന്തൊക്കെയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ശ്രദ്ധിക്കുന്നത്? നിങ്ങളിപ്പോൾ ഒരു മദ്ഹ് ഗാനം എഴുതുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നുണ്ടാവുക? മദ്ഹ് ഗാനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആവശ്യക്കാരില്ലാത്ത, എന്തിനാണെന്നറിയാത്ത കാലത്തേക്ക് തുടങ്ങിയതാണ് ഞാൻ. ഇന്നങ്ങനെയല്ല, ഇന്ന് എഴുത്തിനും വ്യത്യാസമുണ്ട്. ഇന്ന ആവശ്യത്തിനാണ് എഴുതുന്നത്, ഇന്നവർക്ക് വേണ്ടിയാണ് എഴുതുന്നത്. ആവശ്യങ്ങളില്ലാത്ത കാലത്ത് ഇത് എഴുത്തുകാർ എൻ്റെ അഭിപ്രായത്തിൽ എഴുതാനുള്ള ത്വര ഉള്ളിലുണ്ടെങ്കിൽ അയാൾ എഴുതിയിരിക്കും, ഏതെങ്കിലും ഘട്ടത്തിൽ എഴുതിയിരിക്കും. അങ്ങനെ എഴുതിയതാണ് ആവാനാണ് സാധ്യത ഞാനൊക്കെ. എന്തായാലും മലയാള ഗാനം, ഇപ്പോൾ നേരത്തെ പറയും ഇസ്ലാമിക മലയാള ഗാനത്തിൽ നമുക്ക് മറക്കാനാവാത്ത ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ പാട്ടുകൾ കേട്ടിട്ട് നമുക്ക് പാട്ട് എഴുതണമെന്നും ആസ്വദിക്കണമെന്നും രചയിതാവാകണമെന്നൊക്കെ തോന്നാവുന്ന കുറേ പാട്ടുകളുണ്ട്. അതിൽപ്പെട്ടൊരു പാട്ടാണ് 14 നൂറ്റാണ്ട് പിമ്പെന്തിനെ പാരിൽ ഞാൻ പാവി പിറന്നു വീണു. എരഞ്ഞോളി മൂസ ഒക്കെ പാടിയതാണ്. കാനേശ് പൂനൂർ എഴുതിയ പാട്ടാണ്. ചരിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സംഭവങ്ങൾ എഴുതുന്ന പാട്ടുകളുണ്ടല്ലോ. PT അബ്ദുറഹ്മാൻ്റെ ഉടനെ കഴുത്തൻ്റെ ദറുക്കൂബാപ്പ, അതിൻ്റെ ആശയത്തിലും ട്യൂണിലൊക്കെ നമ്മൾ ആകർഷകരായിട്ടുണ്ട്. അപ്പോൾ പാട്ട് എഴുതുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഴുതാൻ വേണ്ടി എഴുതുമ്പോൾ ചിലപ്പോൾ അതിന് ജീവനുണ്ടാവാൻ സാധ്യതയില്ല. പാട്ടുകളെപ്പോഴും നമുക്ക് എഴുതാനുണ്ടായ സാഹചര്യങ്ങൾ പലപ്പോഴും സാഹചര്യങ്ങൾ ഉണ്ടാവുകയും എഴുതുകയും ചെയ്യും. ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട് ഒരിക്കൽ. ഞാൻ ആ പാട്ട് എഴുതുന്നത് അരികിലാണ് ഞാൻ കൊതിച്ചു ഞാനേറെ പാടി എൻ ഗീതം കേട്ട് മുഹിബുകളെല്ലാം തേങ്ങിയേ ഞാൻ കോർത്തായിഷ്കിൻ വരികൾ കൽഭാഗം ചേർത്തവർ പലരും മദീനയിലെത്തി, ഞാൻ മാത്രം ബാക്കിയായി. ഇതൊരവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്നാണ് ആ പാട്ട് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പാട്ടാണ് ബഹറിൻ്റെ അക്കരെ പോയി ഞാൻ എൻ്റെ ഹബീബിനെ കണ്ടുവെങ്കിൽ. കണ്ണൂർ ഷരീഫൊക്കെ പാടിയ പാട്ടാണ്, പക്ഷെ അതൊന്നും അവർക്ക് വേണ്ടി എഴുതുന്നതല്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ്, പല പാട്ടുകാർക്കും പല രീതിയായിരിക്കും, ഈ ഒരവസ്ഥയാണ് പലപ്പോഴും പാട്ടതിലേക്ക് പോകുന്നത്. ഞാൻ ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകളും എഴുതിയിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇദ്ദരംഗം ഞാൻ എഴുതിയിട്ടുണ്ട്. അന്തക്കരണം കുന്തംകുത്ത് അങ്കക്കണമിൽ തുണ്ണിപ്പൈത്ത് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് പാട്ട്. ആ പാട്ടിൽ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നാടൻ കളരിയാണ്. നാടൻ കളരിയുടെ സ്റ്റെപ്പുകളും അതിലെ അടവുകളുമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അലി റളിയല്ലാഹുവിൻ്റെ കാലത്തോ അല്ലെങ്കിൽ അന്നത്തെ കാലത്തോ കളരിയൊന്നും അതിന് പേരില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്, പക്ഷെ അതിന് പേരില്ല. പക്ഷെ ഇന്നത്തെ ആ കാലത്ത് നിന്നുകൊണ്ട് അതെന്തായിരിക്കും എന്ന രീതിയിൽ എഴുതിയ പാട്ടാണ് അലി റളിയല്ലാഹുവിൻ്റെ യുദ്ധച്ചുവടുകൾ വെച്ച്. അങ്ങനെ ധാരാളം പാട്ടുകൾ ഇതിലുണ്ട്. പിന്നെ തമ്മിലടിക്കല്ല സോദരരെ രക്തമൊഴുക്കല്ല മാലോകരെ എന്ന് പറഞ്ഞിട്ട് 2000 പാട്ട് എഴുതിയിട്ടുണ്ട്. അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ, അന്നത്തെ കാലത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവരുടെ വാഹനങ്ങളിലൊക്കെ ഇട്ട് നടന്നിരുന്ന
സാധനമാണ്. ഞാൻ ഇതിനോട് ചേർത്ത് ചോദിക്കുന്നത്, ഇപ്പോൾ സമീപകാലത്ത് ആൽബം പാട്ടുകൾ എന്ന് പറഞ്ഞ് ധാരാളം പാട്ടുകൾ വന്നിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട തീം ഒന്ന് പ്രണയമാണ്, വിരഹമാണ്, ശരീരവർണ്ണനയാണ്. ഇതിനെയും പറയുന്നത് മുസ്ലിം ഗാനങ്ങൾ എന്ന രീതിയിലാണ് പലതും അവതരിപ്പിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ആ ട്യൂൺ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ആ ഒരു തരം ഈണം കിട്ടിയാൽ, ഇടയ്ക്ക് കുറച്ച് 1-2 അറബി വാക്കുകൾ, ചില മുസ്ലിം പേരുകൾ ഇങ്ങനെ വന്നാൽ മുസ്ലിം ഗാനമായി എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആൽബം പാട്ടുകളൊക്കെ ആഘോഷിക്കപ്പെടുന്നതിനെങ്കിൽ അതിൻ്റെ രീതിക്ക് വലിയ പങ്കുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇതിനെ മാപ്പിളപ്പാട്ട് എന്ന്, നമ്മുടെ സബീന പാട്ടുകളെ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് അതിന് 5 എത്ര ശാഖ പക്ഷേ 6 ശാഖയാക്കി വിഭജിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് പ്രണയം. ആ പ്രണയത്തിൻ്റെ ചുവട് പിടിച്ചാണ് പിന്നീട് ഇറങ്ങുന്ന മധുരക്കവി എന്ന് പറയുന്ന ആ ശാഖയുടെ ചുവട് പിടിച്ചാണ് പിന്നീട് ഇറങ്ങുന്ന രസമുള്ള പ്രണയപ്പാട്ടുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉണ്ടായിട്ടുണ്ട്. രസമുള്ള പ്രണയപ്പാട്ട് എന്ന് പറഞ്ഞാൽ കത്തുപാട്ടുകളൊക്കെ അതിൻ്റെ പുറത്താണോ? കത്തുപാട്ടുകൾ മറ്റൊന്നാണ്, ഇതിൻ്റെ അകത്ത് മറ്റൊരു ശാഖയാണ്. ഇത് പ്രണയപ്പാട്ടുകൾ തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, ആരംഭത്തോമുൻ്റെ പാട്ടുണ്ട്. പിന്നെ നാണിക്കുന്നതിന് എന്നെ കാണുന്ന നേരത്ത് മാണിക്കക്കല്ലേ നീ രണ്ടാളെന്ന് പറഞ്ഞാള്, മടിയെങ്കിൽ വല്ലാം മരുന്നും തന്നെ കൊന്നാളാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ പഴയ കാലത്ത്. കല്ലായി കടവത്ത് കപ്പക്കാരൻ കുഞ്ഞിപ്പോക്കരി എല്ലായി പോയതറിഞ്ഞില്ലേ, അതും കാമിനിയൊരുത്തിയോടുള്ള മോഹത്താലാണെന്ന് പൂവേനി കൊട്ടുന്തി, അതൊക്കെ രസമുള്ള പ്രണയമാണ്. സാധാരണഗതിയിൽ നമുക്കിടയിൽ ഉണ്ടാകുന്ന ചില പ്രണയ സംഭവങ്ങളൊക്കെയാണ്. ഇത് അങ്ങനെയല്ല. ഇതിൻ്റെ ഈ പ്രണയം, മാഷ് പറഞ്ഞ പ്രണയം നമ്മുടെ മംഗളം മനോരമ വീക്കിലികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് വന്ന കുറേ സാധനങ്ങളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൽ പദപ്രയോഗങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ മാപ്പിളപ്പാട്ടിനും പ്രണയം എന്ന് പറയുന്ന ഒരു ശാഖയുണ്ട്. അതെ, ഞാൻ ഈ കത്തുപാട്ട് ചോദിക്കാനുള്ളൊരു കാര്യം, ഈ കത്തുപാട്ടിനകത്തും ഈ കാത്തിരിപ്പ്, സ്നേഹം, ഇതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഭർത്താവിനെ കാത്തിരിക്കുന്ന ഭാര്യ എഴുതുന്ന ഇത്തരം സംഗതികളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പാട്ട് പ്രണയം വരുന്നു. കത്തുപാട്ടിൻ്റെ അകത്ത് പ്രണയം വരികയാണ്. കത്തിൽ പല വിഷയങ്ങളുണ്ട്. വിരഹമുണ്ട്. കത്തിൽ വിരഹമാണ്. എസ് എ ജമീലിൻ്റെ കത്തുപാട്ട് വിരഹമാണ്. അതെ, പല നിത്യജീവിതത്തിൽ ലഭിക്കേണ്ട പല വിഷയങ്ങളിലുള്ള ദാരിദ്ര്യമാണ് എസ് എ ജമീലിൻ്റെ പാട്ടിലുള്ളത്. അബുദാബിയിലുള്ളൊരു എഴുത്തുപെട്ടി എന്നുള്ള എന്തെന്ത് സുഖഭോഗ ഐശ്വര്യമുണ്ടെന്നാലും എന്നും സ്വർണം വെച്ച് വിളമ്പീനി തിന്നാലും ഏറെ ഫോറിൻ പണം ഗൾഫീന്ന് വന്നാലും എത്രയും സൂക്ഷിച്ച് നീ വീട്ടിൽ നിന്നാലും തെറ്റിപ്പോകും, തെറ്റ് പറ്റിപ്പോകും. അതാണ് എസ് എ ജമീലിൻ്റെ പാട്ടിൻ്റെ മറുപടി പാട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കത്തുപാട്ടിലും അങ്ങനെ തന്നെയാണ്. എന്തിന് സമ്പാദിക്കുന്നു, ഈ കോലത്തിൽ എന്തിന് സമ്പാദിക്കുന്നു ചെയ്തിട്ടുള്ള ആ രീതിയിലുള്ളതാണ്. അപ്പോൾ അത് കത്തുപാട്ടിൽ പ്രണയം വരുന്നുണ്ട്, വിരഹം വരുന്നതൊക്കെ ഉണ്ട്. പ്രണയം തന്നെയാണ്. പ്രണയപ്പാട്ടുകൾ ധാരാളമായിട്ട് മാപ്പിളപ്പാട്ടിൽ വന്നിട്ടുണ്ട്. കത്തുപാട്ടിന് പറയുമ്പോൾ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കത്തുപാട്ടിനെ എപ്പോഴും പറയുമ്പം പുലിക്കൂട്ടിൽ ഹൈദർ സാഹിബിൻ്റെ മറിയക്കുട്ടി കത്തുപാട്ടിനെ പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മകൻ ജയിലിലാണ്, ബെല്ലാരി ജയിലിലാണ്. മകൻ്റെ ഭാര്യ, അതായത് അമ്മായിയമ്മ മരുമകൾ പോരായിട്ട് അതിനെ പല ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും ശരിക്കും ബ്രിട്ടീഷുകാർ സമര പോരാളികളെ അവരെ തന്ത്രപരമായിട്ട് അവരെ മാനസികമായി തളർത്തുക എന്ന രീതിക്കായിരുന്നു മറിയക്കുട്ടി കത്തുപാട്ട്. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു പ്രയോഗത്തിന് അവർ ഒരു പെണ്ണ് തൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയാണ്. അപവാദം പറഞ്ഞതിന് മകൻ ഉമ്മാക്കൊരു കത്തയച്ചു ജയിലിൽ നിന്ന് അറിഞ്ഞുകൊണ്ട്. അപ്പം ആ കാലഘട്ടത്തിൽ കേരളത്തിലൊരു മാപ്പിള സ്ത്രീൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വെപ്രാളവും പേടിയും എത്ര വലുതായിരിക്കും. ഇന്നത്തെ കാലമല്ല കേട്ടോ, പെണ്ണ് കിട്ടാത്ത കാലമല്ല, പണ്ടത്തെ കാലത്ത്. അതിൽ ക്ലിയറായിട്ട് എഴുതുന്നുണ്ട്, വെള്ളാരിക്കുടൻ തന്നെ വരാനൊട്ടും വഴിയുണ്ടോ, വല്ലികൾ കവിടമിൽ വരാൻ പാടുണ്ടോ, വന്നാലും അതെ കാണാൻ നിവൃത്തിയുണ്ടോ. ബെല്ലാരി ജയിലിലാണുള്ളത്. അപ്പോൾ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടും എഴുതിയ കത്തുകളുണ്ട്, ഭരണാധികാരികൾക്ക് എഴുതിയ കത്തുകളുണ്ട്. ഇപ്പം അബുദാബിയിലുള്ളൊരു എഴുത്തുപെട്ടി എന്ന കത്തുപാട്ട്, അതിന് പരിഹാരം സിമ്പിളായിരുന്നു, ഇവിടുത്തെ പണി നിർത്തി പോവുക. അതിന് പരിഹാരം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ പരിഹാരം എന്ന് വെച്ചാൽ എന്തായി കാണും?
അത് വീണ്ടും എഴുതുന്നുണ്ട്. ഉണ്ടതെങ്കിൽ വന്ന് കാണാനുണ്ട് മോഹം പൊന്നേ, ഒറ്റ നോക്ക് കണ്ട് മരിച്ചോട്ടെ അന്ന് തന്നെ. അപ്പൊ കത്തുപാട്ടിലുള്ള പ്രണയം, പടപ്പാട്ടിലുള്ള പ്രണയം, എല്ലാ പ്രണയകാവ്യങ്ങളും ഇസ്ലാമികമായി നിഷിദ്ധമല്ല. അത് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോവും ഇത് ഒരു പ്രണയകാവ്യമാണ്, ഇസ്ലാമികമായിട്ട് പാടുണ്ടോന്ന്. അത്തരത്തിലുള്ളൊരു പാട്ടാണ് മാനീദാ കോദി ഖൽബിൽ മദീര പൂങ്കനീതേനേ. ഇത് പുതൂർ ഷാമിലെ പാട്ടാണ്, ചേറ്റുവ പരിക്കുട്ടി എഴുതിയ. എന്ന് വെച്ചോ കേട്ടാൽ നല്ല ഇമ്പം തോന്നുന്ന പാട്ട് നമുക്ക് പാടാനും പറ്റൂല. ഏത് പാട്ട്? മുല്ല പൂമ്പൂവിലും പൂവായ ഫാത്തിമ, അല്ലെങ്കിൽ ആദി പെരിയവൻ അമൈത്ത മൈലാഞ്ചി അതനെന്ന സ്വർഗത്തിലുള്ള മൈലാഞ്ചി. കേൾക്കുമ്പോൾ അടിപൊളി ആത്മീയ പാട്ട് തന്നെ. പക്ഷെ ഇത് കുറത്തി പാട്ടാ. ഇപ്പോൾ നമ്മളെ ഒപ്പന പാട്ടുകളെ കുറിച്ച് നമ്മൾ ഒരുപാട് വലിയ വിഷയമാണ്. അതെ, ഞാനത് ചുരുക്കുകയാണ്. നമ്മളിപ്പോൾ നേരത്തെ മാപ്പിളപ്പാട്ടിൻ്റെ രചന വഴികളെക്കുറിച്ച്, അതിൻ്റെ നിയമങ്ങളെക്കുറിച്ച്, കമ്പി, വാൽക്കമ്പി, വാലുമ്മൽ കമ്പി, കഴുത്ത്, ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ഒരു മുസ്ലിം ഗാനം നമ്മൾ ഈ പറഞ്ഞ ഈ രീതിയിലുള്ള ഒരു പാട്ട് രചിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കുട്ടി മത്സരവേദിയിലേക്ക് ആ പാട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത്, ഇപ്പോൾ സംഘഗാനത്തിലൊക്കെ തിരഞ്ഞെടുക്കുന്ന ഇത്തരം പാട്ടുകളായിരിക്കുമല്ലോ, അതിലെന്താ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു പഴയ പാട്ട്, നമ്മളെ പുതിയ രചയിതാക്കൾ ഇത്തരം പാട്ടുകൾ എഴുതുമ്പോൾ നല്ല സാഹിത്യം കണ്ടെത്താൻ ശ്രമിക്കുക. പാട്ട് എഴുതുമ്പോൾ ആശയമാണ്. നല്ലൊരു ആശയത്തിന് നല്ല സുന്ദരമായ ഭാവനയിലൂടെ നല്ല പദങ്ങൾ ചേർത്ത് വെക്കുക എന്നുള്ളതാണ് പാട്ട് എഴുതുന്നവർ ചെയ്യേണ്ടത്. നല്ലൊരു ആശയം വേണം, അതിൽ നല്ലൊരു ഭാവനയിലൂടെ അവതരിപ്പിക്കണം. ഇതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ആ രീതിയിൽ രചയിതാക്കൾ ശ്രദ്ധിക്കണം. രചയിതാക്കൾ ഇപ്പം മത്സരഗാനങ്ങളിൽ മദ്ഹ് ഗാനം വരുമ്പോൾ പലപ്പോഴും ഒരു അഭിലാഷ ഗാനങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട്. റസൂലുള്ളാഹിനെ കാണാനുള്ള ആഗ്രഹം, കാണാത്ത സങ്കടം, അങ്ങനത്തെ പാട്ടുകളുണ്ട്. അതിൽപ്പെട്ട ഒരു പാട്ടാണ് അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മ. ആ പാട്ട് കണ്ടുവരുന്നത് പാടാവോ? നമ്മളെ കാനേസ് പൂനരെ എഴുതി നല്ലൊരു പാട്ടാണ്, മനോഹരമായ പാട്ടാണ്. നീലപരാലോത് മഹ്മൂദിൻ തിരു പാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ, മഹ്മൂദിൻ തിരു പാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ, മാർഗത്തിൽ ആജീവനാന്തം പോരാടും മൂനായെങ്കിൽ ഞാൻ, മാർഗത്തിൽ ആജീവനാന്തം പോരാടും മൂനായെങ്കിൽ ഞാൻ, അന്ത്യദൂതരെ കാലത്താമണ്ണി ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ, ആറ്റലിൻ സ്വഹബത്തിൽ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ. ഇത്രയോളം പാട്ടുകൾ ധാരാളം വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളെ മദ്ഹ് മത്സരമാകുമ്പോൾ മുത്തുനബിയെ പ്രകീർത്തിക്കുന്നതായിരിക്കണം. പ്രകീർത്തനം പദങ്ങളിൽ മാത്രമല്ല. ചിലർ മനസ്സിലാക്കിയത് അങ്ങനെയല്ല. മുത്തുനബിയുടെ ചരിത്രം, മുയിസത്തുകൾ, റസൂലുള്ളാഹി ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ വരെ മുത്തുനബിയുടെ മദ്ഹാണ്. അതിൽ വരാതെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം തേട്ടങ്ങളും ആഗ്രഹങ്ങളും ആണ് ശ്രദ്ധിക്കേണ്ടത്. മദ്ഹ് എഴുതുന്ന ആളുകളും ധാരാളം വായിക്കാത്ത ആളുകൾക്ക് എഴുത്ത് പ്രയാസം തന്നെയാണ്. പദസമ്പത്ത് വലിയ അനിവാര്യമായ ഒന്നാണ് പാട്ടെഴുത്ത് എന്ന് പറയുന്നത്. ഏത് പാട്ടാണെങ്കിലും ധാരാളം വായിക്കുകയും പദസമ്പത്ത് ആവശ്യമായ ഒന്നാണ് പാട്ടെഴുത്ത്. അതുകൊണ്ട് പുതിയ എഴുത്തുകാരൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയം വൈവിധ്യങ്ങൾ വിഷയത്തിലും ആശയത്തിലും ഭാവനയിലൊക്കെ വൈവിധ്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഏതായാലും നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് പൊതുവിൽ മനസ്സിലായത്, വളരെ നീണ്ട സമയമെടുത്ത് ചർച്ച ചെയ്യാൻ മാത്രമുള്ള ഉള്ളടക്കമുള്ള ഒരു വിഷയമാണ് മാപ്പിളപ്പാട്ട്, മുസ്ലിം ഗാനങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ വളരെ ചെറിയൊരു ഭാഗത്തു കൂടിയാണ് നമ്മൾ കടന്നുപോയത്. പുതിയ പഠനങ്ങൾ നടക്കട്ടെ, ഗവേഷണങ്ങൾ ഉണ്ടാകട്ടെ, ഈ മേഖലയിലേക്ക് പുതിയ ആളുകൾക്ക് കടന്നു വരാൻ ഈ ചർച്ച ഒരു നിമിത്തമായി തീരട്ടെ എന്ന് ആഗ്രഹിച്ച് നമുക്കിവിടെ അവസാനിപ്പിക്കാം.